ഗുഡ് ഈവനിങ്, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അപ്പോൾ കെമിസ്ട്രിയുടെ അടുത്ത ക്ലാസ്സിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഈ ടോപ്പിക്കിനകത്ത് ടോപ്പിക് അല്ല, ആക്ച്വലി ചാപ്റ്ററിനകത്ത് 4 ടോപ്പിക്സ് ഉണ്ട്, 4 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഇപ്പോഴും അത് കാണാത്തതും പഠിക്കാത്തതുമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിർബന്ധമായും പഠിക്കണം. കാരണം ബാലൻസ് ബോണ്ട് തിയറി, മോളിക്കുലർ ഓർബിറ്റൽ തിയറി രണ്ട് കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ബാലൻസ് ബോണ്ട് തിയറി, മോളിക്കുലർ ഓർബിറ്റൽ തിയറി രണ്ട് വീഡിയോ. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്തുള്ളൂ. എല്ലാം അങ്ങനെയാണ് കേട്ടോ. ആവശ്യമില്ലാത്ത ഒരു കാര്യം ഡിസ്കസ് ചെയ്തിട്ടില്ല. ഫോക്കസ് ഏരിയ സ്പെഷ്യലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ വരുന്ന എക്സാമിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ തിയറി പാർട്ടിലകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇത് ഈ തിയറി കഴിഞ്ഞിട്ട് വേണം നമുക്ക് എൻട്രൻസിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാനായിട്ട്. കാരണം ഇതിൻ്റെ തിയറി അത്ര എളുപ്പമല്ല തീരാനായിട്ട്, ഒരുപാടുണ്ട്. അപ്പോൾ ഇന്നും ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന മൂന്നാമത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഹൈബ്രിഡൈസേഷൻ. ഹൈബ്രിഡൈസേഷൻ എന്താണ്? ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം അറിയണം എന്താണ് ഹൈബ്രിഡൈസേഷൻ, ആരാണ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്, ഇതൊക്കെ നമുക്ക് അറിയണം. പക്ഷേ ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്താ എക്സാം ചോദിക്കുന്നത് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഞാൻ ഹൈബ്രിഡൈസേഷൻ നോട്ട്സ് സ്ക്രീനിൽ കാണിക്കുന്നില്ല. നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈബ്രിഡൈസേഷൻ ഡെഫിനേഷൻ, അതുപോലെ ഫീച്ചേഴ്സ് ഓഫ് ഹൈബ്രിഡ്, കുറച്ച് ഫീച്ചേഴ്സും ഉണ്ട്. അപ്പോൾ അത് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ, ഈ വീഡിയോയുടെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ, ഈ ഒരു ക്ലാസ്സിൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി എഴുതിയെടുത്താൽ മതി. നിങ്ങൾക്ക് പോസ് ചെയ്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ പോസ് ചെയ്യണം, അല്ലേ, നോക്കി എഴുതണം, ഇതിൻ്റെ ആവശ്യമില്ല. ഡിസ്ക്രിപ്ഷൻ നോക്കുക, എഴുതിയെടുക്കുക. പക്ഷേ ഹൈബ്രിഡൈസേഷൻ്റെ മെയിൻ സംഭവങ്ങളെല്ലാം ഞാനിപ്പോൾ ഇതിനകത്താണ്, ഈ ക്ലാസ്സിലാണ് പറയുന്നത്. അത് ഇതിനകത്ത് ഡിസ്ക്രിപ്ഷനകത്ത് ഉണ്ടാവില്ല. ഡെഫിനേഷൻ 1-2 പോയിന്റ്സും അത് മാത്രമേ അതിനകത്ത് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇപ്പോൾ ഡെഫിനേഷനൊക്കെ കണ്ട് നമ്മൾ പേടിച്ചു. ഹൈബ്രിഡൈസേഷൻ വെച്ചാൽ എന്താ? ദ പ്രോസസ് ഓഫ് ഇന്റർമിക്സിംഗ് ഓഫ് ഓർബിറ്റൽസ് ഓഫ് സിമിലർ എനർജീസ് ആൻഡ് ഷേപ്പ് എന്നൊക്കെ പറഞ്ഞു, സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് എനർജീസ് ആൻഡ് ഷേപ്പ് എന്നൊക്കെ പറഞ്ഞ ഒരു വലിയ ഡെഫിനേഷനാണ്. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഒരുപാട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. എന്താണ് കാര്യം എന്ന് വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കുക. എഴുതാനുള്ള കാര്യങ്ങൾ ഞാൻ ഓൾറെഡി ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി പഠിക്കുക. പക്ഷെ പിന്നീട് എക്സാമിന് എങ്ങനെ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, ശരി. അപ്പോൾ ആദ്യത്തത് ഹൈബ്രിഡൈസേഷൻ. ഹൈബ്രിഡൈസേഷൻ എന്താണ്, അല്ലെ, ഇത് ആരാണ് ചെയ്യുന്നത്, അതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ അതിന് ഞാനൊരു കാര്യം ചെയ്യാം. നമുക്ക് ഏതെങ്കിലും ഒരു മോളിക്യൂൾ സെലക്ട് ചെയ്യാം. കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞൊരു മോളിക്യൂൾ നമ്മൾ സെലക്ട് ചെയ്തു. CO2, അല്ലേ, CO2. ഈ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളിന്റെ പ്രത്യേകത എന്താണ്? ഇതിനകത്ത് കാർബൺ എന്ന് പറയുന്ന ഒരു ആറ്റം ഉണ്ട്, അതിന്റെ കൂടെ 2 ഓക്സിജൻ ആറ്റം ഉണ്ട്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമ്മൾ, അല്ലെ, ഇവർ 3 പേരും കൂടി ആകുമ്പോഴാണ് കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ നമ്മൾ വിളിക്കുന്നത്. സ്ട്രക്ചർ അറിയാവുന്നവർക്ക് അറിയാം. ഈ കാർബൺ ഓക്സിജൻ തമ്മിൽ ഡബിൾ ബോണ്ടാണ്, ഈ കാർബൺ ഓക്സിജൻ തമ്മിൽ ഡബിൾ ബോണ്ടാണ്. ഇതൊക്കെ നമുക്ക് അറിയാം. +1 കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞ് വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഇതിനകത്ത് സെൻട്രൽ ആറ്റം എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ മോളിക്യൂളിന്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഇതിന്റെ സെൻട്രൽ ആറ്റമാണ്. അപ്പോൾ സെൻട്രൽ ആറ്റം എന്ന് പറഞ്ഞാൽ ആരാണ്? ഇവിടെ കാർബൺ ആണ്, അല്ലെ. അപ്പോൾ കാർബൺ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ സെൻട്രൽ ആറ്റം. ഈ മോളിക്യൂളിന്റെ ഷേപ്പ് തീരുമാനിക്കുന്ന, സ്ട്രക്ചർ തീരുമാനിക്കുന്നതൊക്കെ ഈ സെൻട്രൽ ആറ്റമാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബണായിട്ട് ബോണ്ട് ചെയ്യാൻ വരുന്നത് 2 ഓക്സിജൻ ആണ്. ഓക്സിജൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം പി ബ്ലോക്കിൽ എലമെന്റ് ആണ്. അപ്പോൾ ഓക്സിജന്റെ ഔട്ടർ സബ്ഷെൽ എന്തായിരിക്കും? പി സബ്ഷെൽ ആയിരിക്കും, അല്ലെ. ഓക്സിജന്റെ ഔട്ടർ സബ്ഷെൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്തായിരിക്കും? പി സബ്ഷെൽ ആയിരിക്കും. അപ്പോൾ ഒരു പി സബ്ഷെൽ ഞാൻ വരച്ചു. അതുപോലെ ഇപ്പുറത്തും ഓക്സിജന്റെ ഒരു പി സബ്ഷെൽ ഞാൻ വരച്ചു. അത് സിമ്പിൾ ആയിട്ട് പറയുകയാണ്. ഇനി കാർബണിന്റെ പ്രത്യേകത എന്താ? കാർബണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബണിന്റെ കോൺഫിഗറേഷൻ വരുന്നത് 1s2 2s2 2p2 എന്നാണ്. അതായത് കാർബണിന്റെ അറ്റോമിക് നമ്പർ 6 ആണ്. അപ്പോൾ കോൺഫിഗറേഷൻ ഇങ്ങനെയാ വരിക, 1s2 2s2 2p2, അല്ലെ. ഇതിൽ 2s2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഔട്ടർ ഷെല്ലൊക്കെ സെക്കൻഡ് ഷെല്ലാണ്. അപ്പോൾ ഔട്ടർ ഷെല്ലിന്റെ കോൺഫിഗറേഷൻ എഴുതുകയാണ്. 2s2 അതിൽ 2 ഇലക്ട്രോൺസും, 2p എന്ന് പറഞ്ഞാൽ അതിൽ 3 ഓർബിറ്റൽസ് ഉണ്ട്. അതിൽ എല്ലാം കൂടെ 2 ഇലക്ട്രോൺസേ ഉള്ളൂ. അപ്പോൾ ഈ ഓവർലാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ചെറുതായിട്ട് ഇവർക്കൊരു എക്സൈറ്റേഷൻ സംഭവിക്കുകയാണ്. അപ്പോൾ ഈ 2s-നകത്തുള്ള ഇലക്ട്രോൺ എന്ത് ചെയ്യുകയാണ്? ഹാഫിലായിരിക്കാൻ വേണ്ടി ഒരു എക്സൈറ്റേഷൻ നടന്നിട്ട് 2p-യിലേക്ക് ഇരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ 4 ഒരേപോലെയുള്ള ഓർബിറ്റൽസ് ഹാഫിൽഡായിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുക. ഇതുകൊണ്ടാണ് കാർബണിന് വാലൻസി 4 ആണെന്ന് പറയുന്നത്, അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാം കാർബണിന്റെ വാലൻസി 4 ആണ്, അല്ലെ. ഇവിടെ തന്നെ കണ്ടില്ലേ 4 ബോണ്ടുകൾ ഒരേ സമയം ഫോം ചെയ്യാൻ പറ്റുന്ന ആളാണ് കാർബൺ. കാർബണിന്റെ വാലൻസി 4 ആണ്. അതിന്റെ കാരണം ഇതാണ്, കണ്ടോ. ഈ 4 ഓർബിറ്റൽസ് ആണ് ബോണ്ട് ചെയ്യാൻ വേണ്ടി, ഓവർലാപ്പ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്നത്.
കാരണം നമുക്കറിയാലോ ഹാഫിലായിട്ടുള്ള ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്യുമ്പോഴാണ് ബോണ്ട് ഉണ്ടാകുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിന് മുമ്പത്തെ ക്ലാസ് ഓർബിറ്റൽ ഓവർലാപ്പ് കൺസെപ്റ്റിനകത്ത് കണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഹൈബ്രിഡൈസേഷനിലും ഈ പറഞ്ഞ പോലെ ഹൈബ്രിഡൈസേഷൻ ആയിട്ടില്ല എന്ന് പറയാൻ പോകണേയുള്ളൂ. അപ്പോൾ ഇതാണ് കാർബണിന്റെ അവസ്ഥ അല്ലേ. അപ്പോൾ കാർബണിന്റെ കയ്യിലുള്ളത് ഒരു എസ് ഓർബിറ്റൽ ഉണ്ട്, 3 p ഓർബിറ്റൽ ഉണ്ട്. 2s എന്ന് പറയുന്നത് എസ് ഓർബിറ്റലും 2px 2py 2pz എന്ന് പറഞ്ഞ 3 p ഓർബിറ്റൽസും ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്കൊന്ന് ആലോചിക്കുകയാണെങ്കിൽ ഈ കാർബണിന്റെ എസ് ഓർബിറ്റലാണ് ഇവരുമായിട്ട് ബോണ്ട് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. എസ് ഓർബിറ്റൽ ബോണ്ട് ചെയ്യുന്നു. അതുപോലെ അടുത്ത് പിന്നെ ആരാ പി ഓർബിറ്റലാണ്. അപ്പോൾ കാർബണിന്റെ ഒരു പി ഓർബിറ്റലാണ് ഇപ്പുറത്തെ ഓക്സിജനുമായിട്ട് ബോണ്ട് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഉണ്ടായ 2 ബോണ്ടുകൾ കണ്ടോ, ഇതൊരു ബോണ്ട്, ഇത് അടുത്ത ബോണ്ട് അല്ലേ. ഇവിടെ ഉണ്ടായ 2 ബോണ്ടുകളുടെ പ്രത്യേകത എന്താണ്? ഒരെണ്ണം എസും പിയും തമ്മിൽ ഓവർലാപ്പ് ചെയ്തിട്ടുണ്ടായ ബോണ്ട്, ഒരെണ്ണം പിയും പിയും തമ്മിൽ ഓവർലാപ്പ് ചെയ്തിട്ടുണ്ടായ ബോണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ബോണ്ടുകളുടെ പ്രശ്നം എന്താ വെച്ചാൽ ഇത് സ്റ്റേബിൾ ആയിരിക്കില്ല. കാരണം ഒരേ ആറ്റം തന്നെ 2 ഡിഫറെൻറ്റ് ടൈപ്പ് ബോണ്ട് ഫോം ചെയ്യാം, 2 ഒരേപോലത്തെ ആൾക്കാരോട്. അപ്പോൾ ഇവിടെ സ്റ്റെബിലിറ്റി വളരെ കുറവായിരിക്കും. ബോണ്ടുകളുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഒക്കെ വ്യത്യാസം ഉണ്ടാവും അല്ലേ. കാരണം ഇവിടുത്തെ ബോണ്ട് ലെങ്ത് ആയിരിക്കില്ല അവിടെ ഉണ്ടാവുക. നേച്ചർ എപ്പോഴും സിമെട്രി പ്രിഫർ ചെയ്യുന്ന ആളാണ്. ഒരേപോലെ ആവണം, എല്ലാം ഒരേപോലെ ആയിരിക്കണം എന്ന് പ്രിഫർ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതാണ് നമ്മൾ അറ്റോമിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പറയുന്നത്, സിമെട്രി ലീഡ്സ് ടു സ്റ്റെബിലിറ്റി. എപ്പോഴും സിമെട്രി ഉണ്ടാവുന്നതാണ് സ്റ്റേബിൾ ആവുക. അപ്പോൾ ഇതൊരിക്കലും സിമെട്രിക്കൽ ആയിട്ടൊരു പ്രോസസ്സ് അല്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഈ കാണിച്ചിരുന്ന ഒരു തെറ്റായ പ്രോസസ്സാണ്. ഇത് ശരിയാവില്ല, ഇങ്ങനെ നടക്കില്ല. അപ്പോൾ ഇത് ഒഴിവാക്കാൻ, അതായത് ഈ ബോണ്ടുകളുടെ ഈ ഒരു മിസ്മാച്ച് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സെൻട്രൽ ആറ്റം ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഹൈബ്രിഡൈസേഷൻ. ഓക്കെ, ഈ ഇപ്പം ഞാൻ കാണിച്ച പ്രശ്നം ഒഴിവാക്കാനായിട്ട്, വേണ്ടാന്ന് വയ്ക്കാനായിട്ട് ഈ സെൻട്രൽ ആറ്റം ചെയ്യുന്നൊരു പരിപാടിയാണ് ഹൈബ്രിഡൈസേഷൻ. എന്താ അതിനു വേണ്ടി സെൻട്രൽ ആറ്റം ചെയ്യാൻ പോകുന്നത്? വീണ്ടും ആലോചിച്ച് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എസ് ഉണ്ട്, 3 p ഉണ്ട്, അവിടെ ഓരോ ഇലക്ട്രോൺസ് വെച്ചിരിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ. അതിന് പകരം ഇവർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ സെൻട്രൽ ആറ്റം ചെയ്യാൻ പോകുന്നത്, ഇവിടെ 2 ഓക്സിജനായിട്ടാണല്ലോ ബോണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ എസ് എന്ന് പറയുന്ന ഓർബിറ്റൽ എടുത്തു, ഇവിടുത്തെ ഈ പി എന്ന് പറയുന്ന ഓർബിറ്റൽ കൂടി എടുത്തു. ഇത് രണ്ടും കൂടെ ഇന്റർമിക്സ് ചെയ്തു ക്യൂർ ചെയ്തു, ഒരു ഇന്റർമിക്സിംഗ് പ്രോസസ്. അതാണ് പ്രോസസ് ഓഫ് ഇന്റർമിക്സിംഗ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ഓഫ് സിമിലർ എനർജി സൈസ് എന്നൊക്കെ പറയുന്നത്. ഹൈബ്രിഡൈസേഷൻ ഡെഫിനിഷൻ നോക്കിയാൽ കാണാം. അങ്ങനെ ഒരു പ്രോസസ്സ്, അതിനെയാണ് നമ്മൾ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. എന്നിട്ട് ഇന്റർമിക്സ് ചെയ്തിട്ട് എന്താ ഉണ്ടായത്? ഇതിൻ്റെ ഉള്ളിൽ 2 പേരുണ്ട്, 2 പുതിയ ഓർബിറ്റൽസ് ഉണ്ടായി. എ ന്യൂ സെറ്റ് ഓഫ് ഓർബിറ്റൽസ് ആർ ഫോംഡ്. ന്യൂ സെറ്റ് ഓഫ് ഓർബിറ്റൽസ്. അതിനെന്താ പറയുന്നത്? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോക്കുമ്പോൾ 2 ഒരേപോലെയാണ്. ഒരു പുതിയ സെറ്റ് 2 ഓർബിറ്റൽസ്, 2 ഒരേപോലെ. അത് എവിടെ നിന്നുണ്ടായത്? ഒരു എസ് നിന്ന് പി നിന്നുണ്ടായതാണ്. അതാണ് 2 പേര്. ഇപ്പോൾ 3 പേര് ഉണ്ടാവുകയാണെങ്കിൽ 3 പേരുണ്ടാവും. 4 പേരാണ് ഫോം ചെയ്യുന്നത്, 4 പേര്. എത്ര പേരാണോ ഇന്റർമിക്സ് ചെയ്യുന്നത് അത്രയും പേര് തന്നെ ഓർബിറ്റൽസ് ആയിട്ട് ഫോം ചെയ്യും. നമ്മൾ മോളിക്കുലർ ഓർബിറ്റൽ തിയറിയിൽ പറഞ്ഞ പോലെ എത്ര പേരാണോ കമ്പയർ ചെയ്യുന്നത് അത്രയും പേര് തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ 2 പേരുണ്ടായി. ഇതിൽ ഓരോരുത്തരുടെയും പേര് എന്താണെന്ന് അറിയാം? ഒരു എസും പി ഉണ്ടായതല്ലേ. അപ്പോൾ ഇവന്റെ പേര് എസ് പി എന്നാണ്, ഇവന്റെ പേര് എസ് പി എന്നാണ്. എസ് പി ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ്. അപ്പോൾ ഇതാണ് എസ് പി ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഇത് എസ് പി പറയാൻ വേണ്ടി പറഞ്ഞതല്ല, ഹൈബ്രിഡൈസേഷൻ എന്താണെന്ന് കാണിച്ചതാണ്. എന്നിട്ട് എന്താ ഇതുകൊണ്ടുള്ള ഗുണം? ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ആലോചിച്ച് നോക്കൂ, കാർബണിന്റെ ചുറ്റും ഈ 2 പേര് വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് കണ്ടോ. ഇനി ഇവന്മാർ ഓക്സിജന്റെ പി ഓർബിറ്റലായിട്ട് ബോണ്ട് ചെയ്തു, ഓക്സിജന്റെ പി ഓർബിറ്റൽസുമായിട്ട് ബോണ്ട് ചെയ്തു കാർബൺ ഡൈ ഓക്സൈഡ്. കണ്ടില്ലേ? ഇതല്ല, കുറച്ചുകൂടെ കാര്യം പറയാനുണ്ട്, എന്നാലും ഇപ്പൊ തൽക്കാലം ഇത്രയും മനസ്സിലാക്കും. ഇതാണ് ഓക്സിജൻ. ഇങ്ങനെ ഒരു കണ്ടോ, ഇപ്പൊ 2 ബോണ്ട് ഒരേപോലെ ആയില്ലേ. അപ്പൊ ഈ ഒരേപോലെയുള്ള ബോണ്ടുകൾ, ഒരേ എനർജി, ഒരേ സൈസ്, ഒരേപോലെ ഇരിക്കുന്ന സിമെട്രിക്കൽ ആയിട്ടുള്ള ബോണ്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ കൂടുതൽ സ്റ്റെബിലിറ്റി മോളിക്യൂൾ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ പരിപാടി, ഈ ഇന്റർമിക്സിംഗ് പരിപാടി ചെയ്യുന്നത്. അപ്പോൾ ഇന്റർമിക്സ് ചെയ്തിട്ട് എന്താ കിട്ടണേ? അച്ഛൻ്റെ അമ്മയുടെ സ്വഭാവമുള്ള, അതായത് എസും പിന്റെ സ്വഭാവമുള്ള ഒരേപോലെയുള്ള 2 മക്കളെ കിട്ടുകയാണ്. 2 പേരാണെങ്കിൽ 2, 3 3, 4 4, അങ്ങനെ എത്ര പേരാണോ ഫോം ചെയ്യുന്നത് അത്രയും ഓർബിറ്റൽസ് കിട്ടുകയാണ്. ഇതിനെയാണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുക. അപ്പോൾ എ ന്യൂ സെറ്റ് ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഇസ് ഫോംഡ്. മനസ്സിലായോ? ആ ഹൈബ്രിഡ് ഓർബിറ്റൽസിന് പ്രത്യേകത എന്താ? അവരുടെ എക്സാക്ട്ലി സെയിം എനർജി, സെയിം സൈസ്, സെയിം ഷേപ്പ് ഒക്കെ സെയിം ആണ് എല്ലാം. ഏകദേശം ഒരേ എനർജി, ഒരേ സൈസ്, ഒരേപോലെയൊക്കെ ഇരിക്കുന്ന ആൾക്കാർ ഇന്റർമിക്സ് ചെയ്തിട്ട് സെൻട്രൽ ആറ്റം എന്ത് ചെയ്യുന്നു? എക്സാക്ട്ലി സെയിം എനർജി, സെയിം സൈസ്, സെയിം ഷേപ്പുള്ള പുതിയ സെറ്റ് ഓഫ് ഓർബിറ്റൽസിനെ ഉണ്ടാക്കുന്നത്. ഇതിനെയാണ് എന്ത് പറയുക? ഇതിനെയാണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുക. ഇതാണ് ഹൈബ്രിഡൈസേഷൻ. ഓക്കെ, യെസ്. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. എനർജി എങ്ങനെയാണ്, ഓർബിറ്റൽസിന്റെ പ്രത്യേകത എന്താണ്, ഹാഫിൽ ഓർബിറ്റൽസ് ആയിരിക്കണം. അങ്ങനെ ഈ ഹാഫിൽ ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമല്ലാതെ എൻസിആർടിയിൽ പറയുന്നുണ്ട്. ഞാൻ ആ നോട്ട്സ് ഇട്ട് അതിനകത്ത് നോക്കിയാൽ മതി.
ലാസ്റ്റ് പോയിന്റ് നോക്കിയാൽ മതി. ഇടയ്ക്ക് ഫുൾഫിൽ ആയിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ ഹൈബ്രിഡൈസ് ചെയ്യാറുണ്ട് എന്നൊക്കെ അതിനകത്ത് NCERT പറയുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നുമില്ല, തൽക്കാലം അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി ഈ പറഞ്ഞതൊന്നുമല്ല നമ്മളോട് എക്സാമിന് ചോദിക്കുക. മാക്സിമം എക്സാമിന് ചോദിക്കുന്നത് ഈ പറഞ്ഞ പോയിന്റ്സിൽ നിന്ന് ആ ഡെഫിനേഷൻ മാത്രമാണ്, വേറെ പ്രത്യേകിച്ച് ഒന്നും ചോദിക്കില്ല. ഇനിയാണ് എക്സാമിന് ചോദിക്കാൻ പോകുന്ന ചോദ്യം പറയാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ബോർഡ് എക്സാമിനാണെങ്കിൽ ചോദിക്കുന്ന ചോദ്യം, അതുപോലെ ഇത് തന്നെയാണ് എൻട്രൻസിനും ചോദിക്കുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളാണ് എൻട്രൻസിനും ചോദിക്കുന്നത്. നമുക്കിപ്പോൾ അറിയേണ്ടത് 3 ടൈപ്പ് ഹൈബ്രിഡൈസേഷൻസ് ആണ്. ഒന്ന് SP ഹൈബ്രിഡൈസേഷൻ, പിന്നെ ഒന്ന് SP2 ഹൈബ്രിഡൈസേഷൻ, പിന്നെ ഒന്ന് SP3 ഹൈബ്രിഡൈസേഷൻ. ഓക്കെ, ഇത് മൂന്നും ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ കമ്പയർ ചെയ്തുകൊണ്ട് പഠിക്കാൻ. പക്ഷേ എനിക്കിപ്പോൾ ഒരു സമയം ഒരെണ്ണം കാണിച്ചു തരാനേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാൻ പോവാണ്. ഓക്കെ, ഞാൻ ഏറ്റവും സാധാരണ എല്ലാവരും SP3 ആയിരിക്കും ആദ്യം പഠിപ്പിക്കുക. ഞാൻ ആദ്യം SP പഠിപ്പിക്കാൻ പോകും. കാരണം അതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ഏറ്റവും ബുദ്ധിമുട്ടുള്ള ആദ്യം പഠിച്ചാൽ ബാക്കിയൊക്കെ സിമ്പിളായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ആദ്യം പറയാൻ പോകാം. കേൾക്കുമ്പോൾ SP സിമ്പിൾ ആണെന്ന് തോന്നുന്നു, പക്ഷെ അല്ല, അതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഹൈബ്രിഡൈസേഷൻ. ഞാൻ പറഞ്ഞുതരാം എന്താണ് SP ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ നിങ്ങളും എഴുതാം. ഇനി അങ്ങോട്ട് നോട്ട്സ് ആയിട്ട് അവിടെ ഇല്ല, പിന്നെ നിങ്ങളും എഴുതണം കേട്ടോ. SP ഹൈബ്രിഡൈസേഷൻ എന്താണ്? SP ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഒരു S ഓർബിറ്റലും ഒരു P ഓർബിറ്റലും കൂടെ കമ്പൈൻ ചെയ്ത്, അല്ലെ, ഇത് രണ്ടും കൂടെ ഇന്റർമിക്സ് ചെയ്തിട്ട് ഫോം ചെയ്യുന്ന പുതിയ 2 സെറ്റ് ഓഫ് ഓർബിറ്റൽസ്. ഇത് ഓരോരുത്തരും എന്ത് വിളിക്കും? SP രണ്ടുപേരും SP ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ എന്ന് വിളിക്കും. ഈ ഒരു പ്രോസസ്സിനെയാണ് SP ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ SP ഹൈബ്രിഡൈസേഷൻ വെച്ചാൽ എന്താണ്? പ്രോസസ് ഓഫ് ഇന്റർമിക്സിംഗ് ഓഫ് 1s and 1p ഓർബിറ്റൽ. ഇത് പറയുമ്പോൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം. ഒരിക്കലും 1s and 1p ഇങ്ങനെ എഴുതി വെക്കരുത്, ഇത് തെറ്റാണ്. ഓക്കെ, ഞാൻ പറഞ്ഞ 1s and 1p എന്താണ്? 1s and 1p ഇങ്ങനെ അർത്ഥം മനസ്സിലായി? ഒരു എസും ഒരു പി എന്നാണ് അർത്ഥം. അല്ലാതെ 1s 1p എന്ന് വെച്ച് കഴിഞ്ഞാൽ 1s എന്ന് വെച്ചാൽ ആ പേരിൽ ഓർബിറ്റൽ ഉണ്ട്, പക്ഷെ 1p എന്ന് പറഞ്ഞൊരു ആളും ഇല്ല. അപ്പൊ അങ്ങനെ എഴുതിയാൽ അതിനൊരു കുഴപ്പമുണ്ട് കേട്ടോ. അപ്പൊ 1s and 1p ഇങ്ങനെ തന്നെ പറയണം. ഓക്കെ, അപ്പോൾ SP ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമേഷൻ ഓഫ് SP ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ആണ്. എവിടെ നിന്ന്? ഒരു S ന്നും ഒരു P ന്നും ഇന്റർമിക്സ് ചെയ്തിട്ടുണ്ടായ ന്യൂ സെറ്റ് ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽസ്, രണ്ടുപേരും SP ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ്. ഓക്കെ, ഈ SP ഹൈബ്രിഡൈസേഷന്റെ പ്രത്യേകത, ഇനി ഈ 2 ഓർബിറ്റൽസ് എന്ത് ചെയ്യും? ശ്രദ്ധിച്ചോളൂ. ഈ 2 ഓർബിറ്റൽസ് A ആണ് സെൻട്രൽ ആറ്റം എന്ന് വിചാരിക്കുക. സെൻട്രൽ ആറ്റം ഞാൻ പറയണം, A എന്ന് പറയുന്നത് സെൻട്രൽ ആറ്റമാണ്. ഇവന്മാർ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ Aക്ക് ചുറ്റും, ഇവന്മാരാണ് കേട്ടോ ഷേപ്പ് ഒക്കെ തീരുമാനിക്കുക. അതാണ് ഞാനിപ്പോൾ പറയാൻ പോണത്. ഇവന്മാര് Aക്ക് ചുറ്റും മാക്സിമം ഡിസ്റ്റൻസിൽ അങ്ങോട്ട് അറേഞ്ച് ചെയ്യും. 2 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന മാക്സിമം ഡിസ്റ്റൻസ് എത്രയാണ്? അല്ലെ, ഒരു പോയിന്റിന് ചുറ്റും 2 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന മാക്സിമം ഡിസ്റ്റൻസ് എത്രയാണ്? അപ്പോൾ Aക്ക് ചുറ്റും 2 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന മാക്സിമം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 ഡിഗ്രിയാണ്. ഓക്കെ, ഇപ്പോൾ ഇവർ 180 ഡിഗ്രിയിൽ അങ്ങോട്ട് അറേഞ്ച് ചെയ്യും. ഇത് കണ്ടോ, 180 ഡിഗ്രി. അപ്പോൾ 180 ഡിഗ്രി അറേഞ്ച് ചെയ്താൽ ഇതൊരു ലൈൻ പോലെയാണ്, അല്ലേ? 180 ഡിഗ്രി എന്ന് വെച്ചൊരു സ്ട്രെയിറ്റ് ലൈൻ പോലെയാണ്. അപ്പോൾ ഈ ഒരു ഷേപ്പിനെ വിളിക്കുന്ന പേരാണ് ലീനിയർ ഷേപ്പ് അല്ലെങ്കിൽ ലീനിയർ ജിയോമെട്രി. അപ്പോൾ SP ഹൈബ്രിഡൈസേഷൻ ഫോം ചെയ്യുന്ന ഷേപ്പ് അല്ലെങ്കിൽ ജിയോമെട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ലീനിയർ ഷേപ്പ് അല്ലെങ്കിൽ ലീനിയർ ജിയോമെട്രി. ഓക്കെ, ലീനിയർ ജിയോമെട്രി. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു സംശയം വരാം, എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ അകന്നിരിക്കുന്നത്, ഏറ്റവും ഡിസ്റ്റൻസ് ഇരിക്കണം എന്ന് വിചാരിക്കുന്നത്? വേറൊന്നുമല്ല, ഈ ഓർബിറ്റൽസിനകത്തുള്ളത് ആരാണ്? ഈ ഹൈബ്രിഡൈസ് ചെയ്ത ഓർബിറ്റൽസിനകത്തുള്ളത് ആരാണ്? ഇലക്ട്രോൺസ് ആണ്, അല്ലേ? ഇലക്ട്രോൺസ് ഇരിക്കുന്ന സ്ഥലങ്ങളെയാണ് നമ്മൾ ഓർബിറ്റൽസ് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ ഉള്ളത് ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോൺസിന്റെ ചാർജ് എന്താണ്? എല്ലാവർക്കും അറിയാം, ഇലക്ട്രോൺസിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. അപ്പോൾ ഒരേ ചാർജ് ഉള്ള ആൾക്കാർ അടുത്തിരിക്കാൻ സമ്മതിക്കുമോ? ഇല്ല, അതാണ് പ്രശ്നം. ഓക്കെ, അപ്പോൾ ഇവിടെ ഉള്ള ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസിന് അകത്ത് നമ്മൾ ഇരുത്താൻ പോകുന്നത് ഇലക്ട്രോൺസിനെയാണ്. അപ്പോൾ ഇലക്ട്രോൺസിന്റെ ചാർജ് നെഗറ്റീവ് ആയതുകൊണ്ട് ഈ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഒരിക്കലും അടുത്ത് നിൽക്കില്ല, ഏറ്റവും അകത്ത് നിൽക്കാൻ ശ്രമിക്കുള്ളൂ. ബിക്കോസ് ലൈക്ക് ചാർജസ് റിപ്പൽ, അല്ലെ? ഒരേ ചാർജുകളാകുമ്പോൾ റിപ്പൽ ചെയ്യും. അതുകൊണ്ട് ഇവരെപ്പോഴും അകത്തിരിക്കാനേ ശ്രമിക്കുള്ളൂ. അപ്പോൾ മാക്സിമം, എന്നാൽ സെന്റർ വിട്ടുപോകാൻ പറ്റും. അകലണം എന്ന് പറഞ്ഞിട്ട് വിട്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഒരു സെന്ററിന് ചുറ്റും ഇവർ മാക്സിമം എത്രത്തോളം അകലാൻ പറ്റും? 180 ഡിഗ്രിയോളം അകലാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കും. കിട്ടിയോ? ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ആണ് ഷേപ്പ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇവരെപ്പോഴും ഇങ്ങനെ ഇരിക്കുള്ളൂ, ഉറപ്പാണ്. ഓക്കെ, ഇതാണ് ലീനിയർ ഷേപ്പ് അല്ലെങ്കിൽ ലീനിയർ ജിയോമെട്രി എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു പേര് ലീനിയർ ഷേപ്പ് അല്ലെങ്കിൽ ലീനിയർ ജിയോമെട്രി ആയതുകൊണ്ട് തന്നെ ഈ ഹൈബ്രിഡൈസേഷൻ നമ്മൾ ലീനിയർ ഹൈബ്രിഡൈസേഷൻ എന്നും ഒരു പേരുണ്ട്. അങ്ങനെ പറയാം, ലീനിയർ ഹൈബ്രിഡൈസേഷൻ. ഓക്കെ, ലീനിയർ ഹൈബ്രിഡൈസേഷൻ. ലീനിയർ ഹൈബ്രിഡൈസേഷൻ മാത്രമല്ല, വേറൊരു പേര് കൂടി ഉണ്ട്, ഡയഗണൽ ഹൈബ്രിഡൈസേഷൻ. രണ്ടും ഒന്ന് തന്നെയാണ്. ഡയഗണൽ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ തന്നെയാണ്. ഡയഗണൽ ഹൈബ്രിഡൈസേഷൻ എന്നും ഒരു പേരുണ്ട്. 2 പേരുകളുണ്ട്. ലീനിയർ ഹൈബ്രിഡൈസേഷൻ എന്ന് വിളിക്കാം, ഡയഗണൽ ഹൈബ്രിഡൈസേഷൻ വിളിക്കാം.
രണ്ടും എസ് പിനെ തന്നെ വിളിക്കുന്ന പേരുകളാണ്. ഓക്കെ, അപ്പോൾ ഇനി ബോണ്ട് ചെയ്യാൻ വരുന്ന ഈ എയുമായിട്ട് ബോണ്ട് ചെയ്യാൻ വരുന്ന ആര് തന്നെയായാലും ഇവിടെ വന്ന് ബോണ്ട് ചെയ്യും. അങ്ങനെ ഒരു ലീനിയർ സ്ട്രക്ചർ അങ്ങോട്ട് ഫോം ചെയ്യും. ഇതാണ് സംഭവം. ഓക്കെ, ഇനി അടുത്ത അറിയേണ്ടത് ഈ ഉണ്ടായ രണ്ട് ഓർബിറ്റൽസ് എസ് പി എന്ന് പറഞ്ഞില്ല, ഇതും എസ് പി ആണ് ഇതും എസ് പി ആണെന്ന് പറഞ്ഞല്ലോ. ഈ ഒരു എസ് പി ഓർബിറ്റലിനെ എടുക്കുക, ഒരു എസ് പി ഓർബിറ്റലിനെ എടുക്കുക. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഓർബിറ്റലിന് 50% എസ് ക്യാരക്ടർ ആയിരിക്കും, 50% പി ക്യാരക്ടർ ആയിരിക്കും. അടുത്ത പോയിന്റ് 50% എസ് ക്യാരക്ടർ, 50% പി ക്യാരക്ടർ. ഓക്കെ, ഒരു എസ് പി ഹൈബ്രിഡൈസേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ഒരു ഓർബിറ്റലിന് 50% എസ് ക്യാരക്ടറും 50% പി ക്യാരക്ടറും ആയിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതെന്താ ഞാൻ അങ്ങനെ പറഞ്ഞത്? അതെന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടായ അവിടെ നിന്ന് ഒരു എസ് സിന്നും ഒരു എസ് സിന്നും ഒരു പി നിന്നും ഉണ്ടായി. അപ്പോൾ 50% അച്ഛൻ്റെ ക്യാരക്ടർ, 50% അമ്മയുടെ ക്യാരക്ടർ എന്ന് വിചാരിക്കുക. 50%. ഓക്കെ, യെസ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റ് വരയ്ക്കുമ്പോൾ ഒന്ന് ഉരുട്ടി വരയ്ക്കുന്നത്. പി ഓർബിറ്റിലാണെങ്കിൽ നമ്മൾ ഇങ്ങനെയല്ലേ കുറച്ച് മെലിഞ്ഞിട്ടാണ് വരയ്ക്കുക. എസ് ഓർബിറ്റ് എന്ന് വെച്ചാൽ ഉരുണ്ടിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും ഫീച്ചർ വരുമ്പോഴാണ് ഇങ്ങനെ കണ്ടില്ലേ ഒന്ന് ഉരുട്ടി ഒരു ഡബിൾ പോലെ വരയ്ക്കുന്നത്. അതാണ് എസ് പി. അപ്പോൾ ഇത് വരയ്ക്കുമ്പോൾ എപ്പോഴും എക്സാമിന് വരയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇങ്ങനെ ഒരു രീതി ഒരു ഷേപ്പിൽ വേണം വരയ്ക്കാൻ. അല്ലാതെ പി ഓർബിറ്റിൽ ഇതും കണ്ട ഏകദേശം ഒരേപോലെ ഇരിക്കരുത്. അപ്പോൾ നമുക്ക് ടീച്ചർക്കാണെങ്കിലും മനസ്സിലാവില്ല എന്താ ഈ കുട്ടി ഉദ്ദേശിച്ചത് മനസ്സിലാവില്ല. ഓക്കെ, യെസ്. അപ്പോൾ ഇതാണ് എസ് പി ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ ഇനി ഇതിൻ്റെ എക്സാമ്പിൾ ആണ് കാണുന്നത്. എങ്ങനെയാണ് എസ് പി ഹൈബ്രിഡൈസേഷൻ ഫോം ചെയ്യുന്നതെന്നുള്ളൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. എക്സാമ്പിൾ പഠിക്കുമ്പോൾ എപ്പോഴും ഒരു ഇനോർഗാനിക് കെമിസ്ട്രിയിലുള്ള ഒരു എക്സാമ്പിളും ഒരു ഓർഗാനിക് കെമിസ്ട്രിയിലുള്ള ഒരു എക്സാമ്പിളും പഠിക്കണം. അതിൽ ഓർഗാനിക് ആയിരിക്കും മിക്കവാറും എക്സാമിന് ചോദിക്കുക. പക്ഷെ രണ്ടും വേണം. ഇനോർഗാനിക് എന്നുള്ള ഒരു എക്സാമ്പിൾ വേണം, ഓർഗാനിക് എന്നുള്ള ഒരു എക്സാമ്പിൾ വേണം. ഞാൻ കാണിച്ചു തരാം. ഇനോർഗാനിക് എന്നുള്ള എക്സാമ്പിൾ ബെറിലിയം ക്ലോറൈഡ് BeCl2. അപ്പോൾ ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത് കേട്ടോ, എക്സാമ്പിൾ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഒരു എക്സാമ്പിൾ നമ്മൾ എക്സാമിന് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒരു നമ്മളോട് എക്സാമിന് ചോദിക്കുകയാണ് എക്സ്പ്ലെയിൻ ദ ഹൈബ്രിഡൈസേഷൻ ഓഫ് ബെറിലിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്താലാണ് നമുക്ക് ഫുൾ മാർക്ക് കിട്ടുക, അതാണ് നമുക്ക് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ സാധനത്തിന് ഒരു എന്താ പറയുക, ഈ മോളിക്യൂളിൻ്റെ ഒരു അസ്യൂംഡ് സ്ട്രക്ചർ, അല്ലെങ്കിൽ നമുക്ക് ഏകദേശം കണ്ടു കഴിഞ്ഞാൽ മോളിക്യൂൾ കണ്ടാൽ അറിയാമല്ലോ എന്തായിരിക്കും അതിൻ്റെ സ്ട്രക്ചർ വരാൻ പോകുന്നത് എന്നറിയാമല്ലോ. അപ്പോൾ ബെറിലിയം ക്ലോറൈഡിൻ്റെ ഏകദേശം ഒരു സ്ട്രക്ചർ ഞാനിവിടെ വരച്ചു വയ്ക്കുകയാണ്. ഇതാ ഒരു ബെറിലിയം, രണ്ട് ക്ലോറിൻ, ഇങ്ങനെ ഇത് വരുള്ളൂ അല്ലേ. ഇതല്ലാതെ വേറെ ഒന്നും വരാൻ സാധ്യതയില്ല. കാരണം ബെറിലിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഗ്രൂപ്പാണ്? ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം രണ്ടാമത്തെ ഗ്രൂപ്പാണ്. രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ബെറിലിയത്തിൻ്റെ ചുറ്റും 2 ഇലക്ട്രോണേ ഉണ്ടാവുള്ളൂ. അതാണ് ഇവിടെ അവിടെയും അല്ലേ രണ്ടടുത്തായിട്ട് ഇരിക്കുന്നത്. ക്ലോറിൻ്റെ ഓരോ ഇലക്ട്രോണും കൂടെ വരുമ്പോൾ അത് കംപ്ലീറ്റ് ആയി ഒരു ബോണ്ടായി. ഇതും ഒരു സിംഗിൾ ബോണ്ടായി, ഇതും ഒരു സിംഗിൾ ബോണ്ടായി. ഇങ്ങനെയാണ് സംഭവം അല്ലേ. അപ്പോൾ 2 ബോണ്ടുകളെ ഉള്ളൂ, വേറെ ആരുമില്ല. അപ്പോൾ അവർ എത്ര ഡിഗ്രിയിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക? 180 ഡിഗ്രി. കാരണം മാക്സിമം ഡിസ്റ്റൻസിൽ ഇരിക്കണമല്ലോ അല്ലേ. ബോണ്ടുകൾ എന്ന് പറഞ്ഞാലും ഇലക്ട്രോൺസ് തന്നെയാണ്. അപ്പോൾ മാക്സിമം ഡിസ്റ്റൻസിൽ ഇരിക്കണം. അപ്പോൾ അത് എന്താണ്? ബെറിലിയം ക്ലോറൈഡ് 180 ഡിഗ്രിയിലൊക്കെയാണ് ഇരിക്കുന്നത്. ലീനിയർ ആണ്. കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ അതൊന്ന് മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ബെറിലിയം ക്ലോറൈഡ് പറയുമ്പോൾ അതിൻ്റെ സൈഡിൽ ഇതൊന്ന് വരച്ച് വെക്കുക. ഇതാണ് ബെറിലിയം ക്ലോറൈഡ്. കാരണം എന്താ പറയുക, ഇനി നമ്മൾ ഇതിൻ്റെ ഷേപ്പാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ലാസ്റ്റ് വരച്ച് വരുമ്പോൾ ഇങ്ങനെ തന്നെ കിട്ടണം. എന്നാലാണ് നമുക്ക് നമ്മൾ ചെയ്ത് ശരിയാണ് എന്ന് നമുക്ക് തന്നെ ഉറപ്പിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നോക്കാം. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ചെയ്യേണ്ടത് ഇവൻ്റെ സെൻട്രൽ ആറ്റം ആരാണ്? ബെറിലിയമാണ്. അപ്പോൾ ബെറിലിയം എടുക്കുക. സെൻട്രൽ ആറ്റം എഴുതുക. ഞാൻ ഒരെണ്ണം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ബാക്കിയൊക്കെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു കൊണ്ടോ. അപ്പോൾ ഇത് ശരിക്കും ശ്രദ്ധിക്കുക. സെൻട്രൽ ആറ്റം ആരാണ്? ബെറിലിയം അല്ലേ. ബെറിലിയത്തിൻ്റെ കോൺഫിഗറേഷൻ എടുക്കുക. ബെറിലിയത്തിൻ്റെ കോൺഫിഗറേഷൻ എത്രയാണ്? ഞാൻ പറഞ്ഞു ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം 4 ആണ് അറ്റോമിക് നമ്പർ. അപ്പോൾ 1s2 2s2 ഇതാണ് ബെറിലിയത്തിൻ്റെ കോൺഫിഗറേഷൻ. ഓക്കെ, ബെറിലിയത്തിൻ്റെ കോൺഫിഗറേഷൻ 1s2 2s2. അപ്പോൾ 1s2 2s2 എന്ന് പറയുമ്പോൾ ഇത് എഴുതിയിരിക്കുന്നത് ഇതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് കോൺഫിഗറേഷൻ. ഞാൻ ഇവിടെ എഴുതാം ഗ്രൗണ്ട് സ്റ്റേറ്റ് കോൺഫിഗറേഷൻ. ഇത് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്. കാണുമോ? യെസ്, ഗ്രൗണ്ട് സ്റ്റേറ്റ് കോൺഫിഗറേഷൻ ആണ്. ഇനി എനിക്ക് വേണ്ടത് ഇതിന്റെ എക്സൈറ്റഡ് സ്റ്റേറ്റ് കോൺഫിഗറേഷൻ ആണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ ബോണ്ട് ചെയ്യുന്ന സമയത്ത് ഇതിന് എക്സൈറ്റേഷൻ സംഭവിക്കും, എനർജി കിട്ടും. അപ്പോൾ എക്സൈറ്റേഷൻ സംഭവിക്കും. അപ്പോൾ എക്സൈറ്റ് ചെയ്യുമ്പോൾ എക്സൈറ്റേഷൻ എവിടെയാണ് സംഭവിക്കുക? ഫസ്റ്റ് ഷെല്ലിലല്ല, ഔട്ടർ ഷെല്ലിലാണ് സംഭവിക്കുക. അപ്പോൾ ഔട്ടർ ഷെല്ലിൽ എന്ന് പറഞ്ഞാൽ 2s-ഉം 2p ആണ് ഔട്ടർ ഷെല്ലിലുള്ളത്. അപ്പോൾ എക്സൈറ്റ് ചെയ്യുന്ന സമയത്ത് 2s1-ഉം 2p1-ഉം ആയിട്ട് മാറും. 2s ഒരു ഇലക്ട്രോൺ 2p-യിലേക്ക് ചാടും. അതാണ് എക്സൈറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 2s-നകത്ത് ഒരു ഇലക്ട്രോൺ, 2p-ക്കകത്ത് 3 ഓർബിറ്റൽസ് ഉണ്ടെങ്കിലും ഒരു ഇലക്ട്രോൺ ഉണ്ടാവുക. കണ്ടില്ലേ?
യെസ്, അപ്പോൾ ഇതാണ് ബെറിലിയത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ബെറിലിയത്തിൽ നിന്ന് ഇനി ക്ലോറിനുമായിട്ട് ബോണ്ട് ചെയ്യാൻ പോകുന്നത് ആരാ? ഈ എസും ഈ പിയും ആണ്. ഇവർ ബോണ്ട് ചെയ്യാൻ ചെന്നാൽ ശരിയാവുമോ? ശരിയാവില്ല, കാരണം രണ്ട് ഡിഫറെൻറ്റ് ബോണ്ടുകളായിരിക്കും ഫോം ചെയ്യുക. അപ്പോൾ ഉടനെ ബെറിലിയം എന്ത് ചെയ്തു? ഇവർ രണ്ടുപേരെയും കൂടെ ഇന്റർമിക്സ് ചെയ്ത് പുതിയ രണ്ട് ഓർബിറ്റൽസ് ഫോം ചെയ്തു. ആ പുതിയ രണ്ട് ഓർബിറ്റൽസ് ആണ് ആര്? sp രണ്ടുപേരും sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ. കണ്ടോ, ഇതാണ് സംഭവം. അപ്പൊ അത്ര എഴുതി കഴിഞ്ഞാൽ ഇനി ബെറിലിയം വരയ്ക്കാം. ഇനി നമ്മൾ പടം വരയ്ക്കാൻ പോവാം, ഫിഗർ വരയ്ക്കാൻ പോവാം. ഓക്കെ, ബെറിലിയം വരയ്ക്കുക. അവിടെ സ്ഥലം ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കാം, ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ബെറിലിയത്തിന് ചുറ്റും ഈ sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഞാൻ വരയ്ക്കാൻ പോവാണ്. രണ്ട് sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ബെറിലിയത്തിന് ചുറ്റും ഇരിക്കുന്നത് കണ്ടോ, 180 ഡിഗ്രിയിൽ ലീനിയർ ആയിട്ടിരിക്കുന്നത് കണ്ടോ. ക്ലോറിൻ എന്ന് പറഞ്ഞാൽ ഏത് ബ്ലോക്കാണ്? പി ബ്ലോക്കാണ്. അപ്പോൾ പി സബ്ഷെല്ലായിരിക്കും ക്ലോറിന്റെ വരുന്നത് അല്ലേ. ബോണ്ട് ചെയ്യാൻ വരുന്നത് ക്ലോറിന്റെ ആരായിരിക്കും? പി സബ്ഷെല്ലായിരിക്കും. അപ്പോൾ ക്ലോറിന്റെ പി സബ്ഷെൽ കാണിച്ചു. ഓക്കെ, അതുപോലെ ഇപ്പുറത്തെ ക്ലോറിന്റെ ഒരു പി സബ്ഷെൽ കാണിച്ചു. കണ്ടോ, പി ഞാൻ വരയ്ക്കുമ്പോൾ കുറച്ച് മെലിഞ്ഞ് വരയ്ക്കുന്നു, മറ്റേത് ഉരുട്ടി വരയ്ക്കുന്നു, കാരണം അതിന് എസിന്റെ എന്തുണ്ട്? ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ കൂടിയുണ്ട് അല്ലേ. യെസ്, അപ്പോൾ ഇവിടെ ഒരു ബോണ്ട് ഫോം ചെയ്തു, ഓവർലാപ്പ് ചെയ്തു, ഇവിടെ ഓവർലാപ്പ് ചെയ്തു, അങ്ങനെ രണ്ട് ബോണ്ടുകൾ ഫോം ചെയ്തു. ഈ കാണുന്ന ഓവർലാപ്പിംഗ് എന്ത് ടൈപ്പ് ഓവർലാപ്പിംഗ് ആണ്? നമുക്കറിയാം രണ്ട് ടൈപ്പ് ഓവർലാപ്പ് ഉണ്ട്. അറിയാത്തവരുണ്ടെങ്കിൽ തൊട്ട് മുമ്പത്തെ, അതായത് വാലൻസ് ബോണ്ട് തിയറിയുടെ വീഡിയോ ആണ്. അതിപ്പോൾ വീഡിയോ ക്ലാസ് ആയിട്ട് അവിടെ കിടക്കുന്ന, റെക്കോർഡ് ചെയ്ത് കിടക്കുന്നുണ്ടാവും, അത് കാണാം. അപ്പോൾ മനസ്സിലാവും. രണ്ട് ടൈപ്പ് ബോൺസ് ഉണ്ട്, സിഗ്മ ബോൺസ് ഉണ്ട്, പൈ ബോൺസ് ഉണ്ട് അല്ലേ. അപ്പോൾ സിഗ്മ ബോൺസ് ആണ്, ഇത് രണ്ടും സിഗ്മ ബോണ്ടാണ്. ആക്സിയൽ ഓവർലാപ്പിംഗ് ആണ്, അപ്പോൾ സിഗ്മ ബോണ്ടാണ്. അപ്പോൾ ഇതൊരു സിഗ്മ ബോണ്ട്, ഇതൊരു സിഗ്മ ബോണ്ട്. അപ്പോൾ ഇത് വരച്ചു കഴിഞ്ഞാൽ ഒന്ന് നോക്കുക, ഇത് തന്നെയല്ലേ ഈ വരച്ചു വെച്ചിരിക്കുന്നത്? കേട്ടോ, ഈ ഞാൻ ആദ്യം ഈ സിമ്പിൾ ആയിട്ട് വരച്ച സംഭവമാണ് ഡീറ്റെയിൽ ആയിട്ട് ഒറിജിനൽ സ്ട്രക്ചർ വരച്ച് വെച്ചേക്കുന്നത്. കണ്ടോ, ലീനിയർ സ്ട്രക്ചർ കണ്ടോ, ലീനിയർ ഷേപ്പ് ആണ്, 180 ഡിഗ്രി ആണ്. ഓക്കെ, ഇവിടെ 180 ഡിഗ്രി മാർക്ക് ചെയ്യണ പോലെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ 180 ഡിഗ്രി മാർക്ക് ചെയ്യാം. കണ്ടോ, ഇതൊക്കെ കറക്റ്റ് ആണ്, ഒന്നും പറയാനില്ല. ടീച്ചറിന് ഫുൾ മാർക്ക് തന്നേ പറ്റുള്ളൂ. ഇനി ഫുൾ മാർക്ക് തരുന്നില്ലെങ്കിൽ ഒരു കാര്യം കൂടെ ചെയ്യാനായിട്ടായിരിക്കും. എന്താ പറയുക, ഇതിനകത്തുള്ള ടോട്ടൽ നമ്പർ ഓഫ് സിഗ്മ ബോൺസ് എത്രയാണ് എന്ന് എഴുതുക. ഇതും കൂടെ ചെയ്താൽ പിന്നെ ഒന്നും പറയാനില്ല. 2. അത് കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് പൈ ബോൺസ് എത്രയാണെന്ന് എഴുതാം. പൈ ബോൺസ് ഇവിടെ ഒന്നും കാണാനില്ല, രണ്ട് ബോണ്ടേ ഉള്ളൂ, അത് രണ്ട് സിഗ്മ ബോണ്ടാണ്. അപ്പോൾ പൈ ബോൺസ് 0. അപ്പോൾ ടോട്ടൽ ബോൺസ് എത്രയാണ്? ടോട്ടൽ ബോൺസ് അപ്പോൾ ഒരു ലാസ്റ്റ് നമ്മൾ ടാഗ് ചെയ്യുന്ന പോലെ ടോട്ടൽ ബോൺസ് എത്രയാണ്? 2 + 0 2 കഴിഞ്ഞു. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ 7 ഫുൾ മാർക്ക് ഉറപ്പ്. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, ഇപ്പോൾ sp ഹൈബ്രിഡൈസേഷൻ്റെ ഇൻഓർഗാനിക്കിൽ നിന്നുള്ള ഒരു എക്സാമ്പിൾ ആണ് ഇപ്പോൾ കണ്ടത്. ഇനി നമുക്ക് ഓർഗാനിക്കിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഓർഗാനിക്കിൻ്റെ എക്സാമ്പിൾ ഞാൻ ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ള എക്സാമ്പിൾ പറയാൻ പോവാണ്. sp ഹൈബ്രിഡൈസേഷൻ്റെ ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ള എക്സാമ്പിൾ. ഓർഗാനിക് കെമിസ്ട്രി sp ഹൈബ്രിഡൈസേഷൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C2H2. ആരാണ് C2H2? C2H2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഥൈനിന്റെ പ്രത്യേകത എന്താ? ഇഥൈനിന്റെ രണ്ട് പ്രത്യേകതയുണ്ട്. ഒന്ന്, ഇഥൈൻ എന്ന് പറഞ്ഞ പേരിന് മറ്റൊരു പേര് കൂടി ഉണ്ട്. എക്സാമിന് ചേർത്ത് നമ്മളെ പറ്റിക്കും, അസറ്റിലീൻ. എക്സ്പ്ലെയിൻ ദ ഹൈബ്രിഡൈസേഷൻ ഓഫ് അസറ്റിലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിക്കരുത്, ഇഥൈനിന്റെ കാര്യമാണ് ഈ പറഞ്ഞത്. ഇഥൈൻ. ഓക്കെ, അസറ്റിലീന്റെ കാര്യം. യെസ്. ഇനി പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പ്രത്യേകത, 2 കാർബണും 2 ഹൈഡ്രജനും അല്ലേ. 2 കാർബണും 2 ഹൈഡ്രജനും. ഹൈഡ്രജൻ എപ്പോഴും സിംഗിൾ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 2 കാർബണിന്റെ ഇടയിലുള്ള ബോണ്ട് ആരാണ്? ഉണ്ടാവും ട്രിപ്പിൾ ബോണ്ട്. നല്ല ഓരോ കാർബണും 4 ബോണ്ട് ഉണ്ടാവാൻ പറ്റുള്ളൂ, ട്രിപ്പിൾ ബോണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈഥൈൻ്റെ സ്ട്രക്ചർ. ഞാൻ നേരത്തെ ബെർലിയത്തിന് കാണിച്ച പോലെ സ്ട്രക്ചർ ഓൾറെഡി വരച്ച് വെച്ചേക്കാം. അപ്പോൾ എനിക്ക് ഇനി കിട്ടാൻ പോകുന്ന സ്ട്രക്ചർ ഈ മോഡലിൽ ഇരിക്കണം. ഓക്കെ, യെസ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. ഇവിടുത്തെ സെൻട്രൽ ആറ്റമാണ്. നേരത്തെ എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെൻട്രൽ ആറ്റം എഴുതുക, കോൺഫിഗറേഷൻ എഴുതുക, ഗ്രൗണ്ട് സ്റ്റേറ്റ് എഴുതുക, എക്സൈറ്റഡ് സ്റ്റേറ്റ് എഴുതുക, ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കുക, അതിനുശേഷം പടം വരയ്ക്കുക. ഇത്രേ ഉള്ളൂ. ലാസ്റ്റ് സിഗ്മ പൈ ബോൺസ് എല്ലാം എഴുതുക. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ സെൻട്രൽ ആറ്റം ആണ്. സെൻട്രൽ ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2 പേരുണ്ട് അല്ലേ. 2 പേരുണ്ട്. ഒരു ഗുണം എന്താ വെച്ചാൽ 2 പേരും സെയിം ആണ്, ഒരേപോലത്തെ കാർബണാണ്. ഈ കാർബൺ ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്, ആ കാർബൺ ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. ഈ കാർബണിന്റെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, ആ കാർബണിന്റെ ഒരു ഹൈഡ്രജൻ. അപ്പോൾ 2 പേരും ഒരേപോലെയാണ്. നമുക്ക് ഒരു പ്രാവശ്യം എഴുതിയാൽ മതി, 2 പേരും ഒരേപോലെയുള്ള കാർബണാണ്. അപ്പോൾ ഞാൻ എഴുതുകയാണ് സെൻട്രൽ ആറ്റം. നിങ്ങൾ അതേപോലെ എഴുതുക. കാർബണാണ്. കാർബണിന്റെ കോൺഫിഗറേഷൻ നമുക്ക് ഞാൻ നേരത്തെ കാണിച്ചതാണ്. 1s2 2s2 2p2 ഇതാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഓക്കെ,
ഞാൻ ഷോർട്ടായിട്ട് എഴുതുന്നത് പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ മുഴുവനായിട്ട് എഴുതണം കേട്ടോ. എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാലോ, എക്സൈറ്റഡ് സ്റ്റേറ്റ് എഴുതുമ്പോൾ 1s2 2s1 2p3 ഒരെണ്ണം അപ്പുറത്തേക്ക് ഇറങ്ങി അല്ലെ, ഇതാണ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. അതൊന്ന് വരയ്ക്കുക. അപ്പൊ 2s1 2p3 2p3 കേട്ടോ, പെട്ടെന്ന് കഴിയും. ഇനി ശ്രദ്ധിക്കുക, ഇവരെല്ലാവരും ഹൈബ്രിഡൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതാണ് ഇനി ശ്രദ്ധിക്കേണ്ടത്. ഇത് ഇവിടെ ശരിക്കും ആലോചിക്കണം. കാരണം എന്താ പറയുക, ഇത് നമ്മളിപ്പോൾ ഈ കാർബൺ അതാണ് വരച്ചിരിക്കുന്നത്, അത് തന്നെയാണ് ആ കാർബൺ അല്ലെ, രണ്ടുപേരുടെ അവസ്ഥയാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഇവർ 4 ഓർബിറ്റൽസ് ഇവിടെ ഹൈബ്രിഡൈസ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അതായത് 4 പേര് ബോണ്ട് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് പ്രശ്നമില്ല. 4 പേരെ ബോണ്ട് ചെയ്യാൻ ഹൈബ്രിഡൈസ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുക. പക്ഷെ ഇവിടെ ഒരു കാർബണിന് ചുറ്റും എത്ര പേരാ ബോണ്ട് ചെയ്യാൻ വരുന്നത്? എൻ്റെ ചോദ്യം മനസ്സിലായോ? എത്ര പേരാണ് ബോണ്ട് ചെയ്യാൻ വരുന്നത്? 2 പേരാണ്. മറ്റേ കാർബണും ഈ ഹൈഡ്രജൻ അല്ലെ, ഈ കാർബൺ എടുത്താലും അങ്ങനെ തന്നെ, ഇപ്പുറത്തെ കാർബണും ആ ഹൈഡ്രജൻ, 2 പേരാണ് ബോണ്ട് ചെയ്യാൻ വരുന്നത്. ബോണ്ടുകൾ ടോട്ടൽ നോക്കിയാൽ 4 ഉണ്ടാവും, പക്ഷെ അത് കാര്യമില്ല, 2 പേരാണ് ബോണ്ട് ചെയ്യാൻ വരുന്നത്. മനസ്സിലായോ? ഒരു സിമ്പിൾ ആയിട്ട് ടെക്നിക്ക് പറയുകയാണ് ഹൈബ്രിഡൈസേഷൻ ഏതാണെന്ന് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ 2 പേരെ ബോണ്ട് ചെയ്യാൻ വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ 2 പേരെ മാത്രം ഹൈബ്രിഡൈസ് ചെയ്താൽ മതി. 2 പേരല്ലേ ബോണ്ട് ചെയ്യാൻ വരുന്നത്, അപ്പോൾ 2 പേരെ മാത്രം ഹൈബ്രിഡൈസ് ചെയ്താൽ മതി. അപ്പോൾ ഇവർ 2 പേരും ഹൈബ്രിഡൈസ് ചെയ്ത് പുതിയ 2 ഓർബിറ്റൽസ് ഫോം ചെയ്തു. ബാക്കി കഥയിൽ നേരത്തെ കാണിച്ച പോലെ തന്നെ ഇത് sp ഇത് sp അല്ലേ, 2 sp. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾ എഴുതണം. ഇനി എനിക്കിവിടെ വരയ്ക്കാൻ സ്ഥലമില്ല, ഞാൻ ഇത് മാറ്റാൻ പോവാണ്. ഓക്കെ, ഇപ്പോൾ 2 sp ഓർബിറ്റൽസ് ഈ കാർബണിനുണ്ട്, 2 sp ഓർബിറ്റൽസ് ഈ കാർബണിനുണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാനിത് കാണിക്കാൻ പോവാണ്. ഇത്രയും കഴിഞ്ഞാൽ അപ്പോൾ sp എങ്ങനെ ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞു. ഇനി അപ്പോൾ ഇത് ഒരു കാർബൺ, അവൻ്റെ 2 sp ഓർബിറ്റൽസ് വരച്ചു. ഇത് മറ്റേ കാർബൺ, അവൻ്റെ 2 sp ഓർബിറ്റൽസ് വരച്ചു. രണ്ടുപേരും ലീനിയർ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അവർ തമ്മിലുള്ള ഒരു ബോണ്ട് കിട്ടിയില്ലേ, ഒരു ബോണ്ട് കിട്ടി. ഓക്കെ, ഇനി അപ്പുറത്ത് ഇപ്പുറത്ത് 2 ഹൈഡ്രജൻ എന്ന് വെച്ചാൽ s ഓർബിറ്റലാണ്. എല്ലാവർക്കും അറിയാം ഹൈഡ്രജന്റെ s ഓർബിറ്റലാണ്. s ഓർബിറ്റൽ ഹൈഡ്രജന്റെ കാണിച്ചു. ഇതാ ഇവിടെ ഹൈഡ്രജൻ വന്ന് ബോണ്ട് ചെയ്യുന്നു, s ഓർബിറ്റൽ ഹൈഡ്രജന്റെ s ഓർബിറ്റൽ കാണിച്ചു. ലീനിയർ ഉണ്ടോ, ലീനിയർ ആയിട്ടുള്ള സ്ട്രക്ചർ കിട്ടി. ഒറ്റ പ്രശ്നമാണ്, ഇതിൽ ഞാൻ എന്തോ മിസ് ചെയ്തിട്ടുണ്ട്. എന്താണ് മിസ് ചെയ്തത്? എന്തോ ഒരു കാര്യം മിസ് ചെയ്തത്. എന്താണ്? ഈ പടം നമ്മൾ ഒരു കാര്യം മിസ് ചെയ്യുന്നതാണ്. എന്താണ് കിട്ടിയ? അതായത് ഇവിടെ ഒരു ബോണ്ടേ ഉള്ളൂ അല്ലെ, ഇതൊരു സിഗ്മ ബോണ്ടാണ്. ഒരു സിഗ്മ ബോണ്ട് എന്ന് വെച്ചാൽ ഒരു സിംഗിൾ ബോണ്ട് എന്നാണ് അർത്ഥം. നമ്മുടെ വാലൻസ് ബോണ്ട് തിയറി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ആയിരിക്കണം. അതെന്താ അങ്ങനെ? അവിടെ ട്രിപ്പിൾ ബോണ്ടാണ് വേണ്ടത്. ഇവിടെ ഒരു സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 പേരെ പറയാൻ മറന്നുപോയി. ആരാന്നറിയോ? നേരത്തെ തന്നെ പഠനത്തിനകത്ത് എസും 3 പിയും ഉണ്ടായിരുന്നു, 4 പേരിലും ഇലക്ട്രോൺസ് ഉണ്ടായിരുന്നു. ഇവർ 2 പേര് മാത്രമേ ഹൈബ്രിഡൈസ് ചെയ്തിട്ടുണ്ടായുള്ളൂ. അതാണ് ഈ കാണുന്ന 2 പേര് അല്ലെ, ഈ കാർബണിന്റെ ഇവരും ഈ കാർബണിന്റെ ഈ 2 പേര്. അപ്പൊ ബാക്കിയുള്ള 2 പേരോ? അപ്പൊ ഈ കാർബണിന്റെ കയ്യിലും 2py ഉം 2pz ഉം ഉണ്ട്, ഈ കാർബണിന്റെ കയ്യിലും 2py ഉം 2pz ഉം ഉണ്ട്. അവരെവിടെ? അവരെ കാണിക്കണ്ടേ? യെസ്, അപ്പൊ അവരെ കാണിക്കാൻ പോകാം. ഇവരെ കാണിക്കാൻ പോവാണേ. 2 കാർബണിന്റെ കയ്യിലും ഇലക്ട്രോൺസുമായിട്ട് 2 p ഓർബിറ്റൽ, അതായത് ഹൈബ്രിഡൈസ് ചെയ്യാത്ത 2 p ഓർബിറ്റൽ ഉണ്ട്. ഇത് ഒരാളുടെ 2py, ഇത് മറ്റേ ആളുടെ 2py. ഇത് അടുത്ത ആളുടെ 2pz, ഇത് മറ്റേ ആളുടെ 2pz. കണ്ടോ? മെലിഞ്ഞ് വരയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? അത് ഹൈബ്രിഡൈസ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ മെലിഞ്ഞ് വരയ്ക്കുന്നത്. ഓക്കെ, വീക്ക് ആയിട്ടുള്ള ഒരു മെലിഞ്ഞ തിന്നായിട്ടുള്ള ഒരു പി ഓർബിറ്റൽ. അങ്ങനെ 2 പി ഓർബിറ്റൽസ് 2 പേരുടെ കയ്യിലുണ്ട്. ഇനി ആലോചിക്കുക, ഇവർ തമ്മിൽ എന്ത് ചെയ്യും? ഇവർ തമ്മിൽ സൈഡ് വൈസ് ഓവർലാപ്പ് ചെയ്യും. ആണോ? കാർബൺ അല്ലേ? അപ്പോൾ അവർ സൈഡ് വൈസ് ഓവർലാപ്പ് ചെയ്യും. അതുപോലെ മറ്റവരാണെങ്കിലും സൈഡ് വൈസ് ഓവർലാപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ 2py ഇങ്ങനെ സൈഡ് വൈസ് ഓവർലാപ്പ് ചെയ്യുന്നു, ഈ 2pzകൾ ഇങ്ങനെ സൈഡ് വൈസ് ഓവർലാപ്പ് ചെയ്യുന്നു. അപ്പോൾ എത്ര പൈ ബോണ്ടായി? അപ്പോൾ ഈ സൈഡ് വൈസ് ഓവർലാപ്പിനെയാണ് പൈ ബോണ്ട് എന്ന് പറയാം. അപ്പോൾ ഇവിടെ മുകളിലും താഴെയും വരയ്ക്കുമ്പോൾ 2 പൈ ബോണ്ടാണ് വിചാരിക്കുന്നത്. ഇത് ഒരു പൈ ബോണ്ടാണ്. കണ്ടോ? അപ്പോൾ ഇതിൽ പൈ ബോണ്ട്, ഇതിൽ പൈ ബോണ്ട്. മുകളിലും താഴെ വരയ്ക്കുമ്പോൾ 2 പൈ ബോണ്ടല്ല, ഇതും കൂടി ഒരു പൈ ബോണ്ട്, ഇതും കൂടി ഒരു പൈ ബോണ്ട്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത് ട്രിപ്പിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ അല്ലേ. ഒരു ട്രിപ്പിൾ ബോണ്ട് മീൻസ് ഒരു സിഗ്മ ബോണ്ടും 2 പൈ ബോണ്ട്. ഇതാണ് ട്രിപ്പിൾ ബോണ്ട്. എല്ലാം കറക്റ്റായി. ഓക്കെ, അപ്പോൾ ഇനി താഴെ എഴുതുക ടോട്ടൽ നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്സ് ഈസ് ഈക്വൽ ടു.
എണ്ണി നോക്കുക 1 2 3 കണ്ടോ ആക്സിയൽ ബോണ്ടുകൾ 3 എണ്ണം സിഗ്മ 3 രണ്ട് പൈ ബോണ്ട് അല്ലേ അപ്പോൾ പൈ ബോണ്ട്സ് ഈസ് ഈക്വൽ ടു 2 ടോട്ടൽ ഈസ് ഈക്വൽ ടു എത്രയാണ് 5. ഇതാണ് എത്തൈൻ മോളിക്യൂളിന്റെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കിട്ടി എന്ന് വിചാരിക്കുന്നു. ഓക്കെ ഓക്കെ ശരി, ഇതാണ് sp ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ ഇനി നമുക്ക് sp ഹൈബ്രിഡൈസേഷൻ എല്ലാം കഴിഞ്ഞു അല്ലേ? തിയറി പറഞ്ഞു, ഇൻഓർഗാനിക് എക്സാമ്പിൾ പറഞ്ഞു, ഓർഗാനിക് കെമിസ്ട്രി എക്സാമ്പിൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും ശ്രദ്ധിക്കുക, ഇങ്ങനെ വരയ്ക്കാൻ. ഇത് കണ്ടോ, ഞാനിത് കാണാപ്പാടം പഠിച്ച് വരച്ചതല്ല, ലോജിക്കലി ഓരോ സ്റ്റെപ്പിനും ഓരോ സ്റ്റെപ്പ് പറഞ്ഞ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അല്ലേ, അങ്ങനെ ഒരു സീക്വൻസിൽ ഇത് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ, ഓർത്ത് വയ്ക്കേണ്ട ആവശ്യമില്ല, സീക്വൻസിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് ഒരിക്കലും മറക്കില്ല. എപ്പോൾ നിന്നോട് ചോദിച്ചാലും പറയാൻ പറ്റും, അത്രയ്ക്ക് എളുപ്പമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് വരയ്ക്കാനായിട്ട്, അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഒരു പ്രാവശ്യം പഠിച്ചാൽ നമുക്ക് ഒരിക്കലും മറക്കില്ല, മനസ്സിലാക്കി ഇതുപോലെ പഠിച്ചാൽ ഒരിക്കലും മറക്കില്ല. ഇനി അടുത്ത് നോക്കാം, അടുത്ത ഹൈബ്രിഡൈസേഷൻ. sp പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ sp to sp3 ഒന്നുമല്ല, ഭയങ്കര സിമ്പിളാണ്, പെട്ടെന്ന് തീരും. നോക്കാം നമുക്ക് sp to ഹൈബ്രിഡൈസേഷൻ. നിങ്ങൾക്കാണെങ്കിൽ ഫോക്കസ് ചെയ്ത് ഇത് മൂന്ന് മാത്രമേ പഠിക്കാനുള്ളൂ. sp to ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ sp to ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എസും രണ്ട് പിയും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് sp2 ഹൈബ്രിഡൈസേഷൻ ഫോം ചെയ്യുന്നത്. ഒരു എസും രണ്ട് പിയും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഹൈബ്രിഡൈസേഷൻ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഒരു എസും രണ്ട് പിയും, യെസ്, ഒരു എസ് രണ്ട് പി. ഓക്കെ, ഇവർ മൂന്ന് പേരും കൂടെ കമ്പൈൻ ചെയ്തു, മൂന്ന് പുതിയ ഓർബിറ്റൽസ് ഉണ്ടായി, മൂന്ന് പുതിയ സെറ്റ് ഓഫ് ഓർബിറ്റൽസ് ഉണ്ടോ, ഒരേപോലെയുള്ള മൂന്ന് ഓർബിറ്റൽസ് ഉണ്ടായി. മൂന്ന് പേരുടെയും പേര് തന്നെയാണ് sp2 ഉണ്ടോ, മൂന്ന് sp2 ഓർബിറ്റൽസ്. മൂന്ന് പേര് കമ്പൈൻ ചെയ്താൽ മൂന്ന് പേരുണ്ടാവും, അത് റൂളാണ്, ഉറപ്പാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. മൂന്ന് പേര് sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ്. ഓരോരുത്തരുടെയും പ്രത്യേകത എന്താ? 33% S character, 67% B character. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, അല്ലെങ്കിൽ 34% എന്ന് പറയാം, ഇവിടെ 66% പറയാം. കൂട്ടിയാൽ 100 കിട്ടും, അത്രയേ ഉള്ളൂ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/3 S ക്യാരക്ടറും 2/3 B ക്യാരക്ടറുമാണ്. അതൊരു ഫ്രാക്ഷൻ ആയിട്ടാണല്ലോ വരിക. 33.3 അല്ല 333 അങ്ങനെയാണ് പോവുക, മറ്റേത് 66.66 അങ്ങനെയാണ് പോവുക. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പോയിന്റ് അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റിയിട്ട് കൂട്ടിയാൽ 100 കിട്ടുന്ന രീതിയിൽ എഴുതിയാൽ മതി, അതിൽ വലിയ പ്രശ്നമില്ല. അപ്പോൾ 33 67 എന്ന് പറയാം, അല്ലെങ്കിൽ 34 66 എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ എസ് ക്യാരക്ടർ അല്ലെങ്കിൽ ബി ക്യാരക്ടർ എന്ന് പറയുന്നത്. ഇനി എന്താ പ്രത്യേകത? ഇനി ഇവരെങ്ങനെ അറേഞ്ച് ചെയ്യും എന്നുള്ളതാണ്, അല്ലെ? ഇവരുടെ ഷേപ്പ് എങ്ങനെ വരും, ഇവരുടെ ജിയോമെട്രി എങ്ങനെ വരും അത് നോക്കാം. ജിയോമെട്രി എന്ന് പറയുമ്പോൾ എ എന്ന് പറയുന്ന സെൻട്രൽ ആറ്റത്തിന് ചുറ്റും ഇവരെങ്ങനെ അറേഞ്ച് ചെയ്യും, മൂന്ന് പേര് എങ്ങനെ അറേഞ്ച് ചെയ്യും? മൂന്ന് പേർക്ക് ഒരേപോലെ അറേഞ്ച് ചെയ്യാൻ, ഈക്വൽ ആയിട്ട് ഈക്വൽ ഡിസ്റ്റൻസിൽ മാക്സിമം ഡിസ്റ്റൻസിലും അറേഞ്ച് ചെയ്യാൻ പറ്റണമെങ്കിൽ ദാറ്റ് വിൽ ബി നമ്മുടെ ഏതാണ് ബെൻസ് കാറിന്റെ ചിഹ്നം പോലെ അല്ലെ, സിമ്പിൾ പോലെ 120 ഡിഗ്രി. അപ്പോൾ ഇവര് 120 ഡിഗ്രിയിൽ അറേഞ്ച് ചെയ്യും. കണ്ടോ, മൂന്ന് പേര് 120 ഡിഗ്രിയിൽ അറേഞ്ച് ചെയ്യും. 120 ഈ മൂന്ന് പേര് കണ്ടോ ഇങ്ങനെ 120 ഡിഗ്രിയിൽ ഏക്ക് ചുറ്റും അറേഞ്ച് ചെയ്യും. ഇതാണ് സംഭവം. അപ്പോൾ ഇങ്ങനെ 120 ഡിഗ്രിയിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ 120 നമ്മൾ ബോണ്ട് ആംഗിൾ എന്ന് പറയാം കേട്ടോ. നേരത്തെ 180 ഡിഗ്രി, അതാണ് ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആംഗിൾ പറയുന്നതിന്റെ കാരണം അതാണ് ബോണ്ട് ആംഗിൾ. ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫിഗറിന്റെ പേരാണ് ട്രിഗണൽ പ്ലാനാർ. ട്രിഗണൽ പ്ലാനാർ, ട്രിഗണൽ പ്ലാനാർ. എന്താ അങ്ങനെ വിളിക്കാൻ കാരണം? കാരണം സൂക്ഷിച്ച് നോക്കുക, നമ്മുടെ ബെൻസിന്റെ സ്ട്രക്ചർ ആണെന്ന് പറഞ്ഞില്ലേ, അതിന്റെ അറ്റങ്ങൾ കൂട്ടി യോജിപ്പിച്ചാൽ ഒരു ട്രയാങ്കിൾ ആയിരിക്കും കിട്ടുക. ആ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഒരു പ്ലെയിനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു പ്ലെയിനിൽ ഇരിക്കുന്ന ട്രയാങ്കിൾ ട്രിഗണൽ പ്ലാനാർ. അർത്ഥം മനസ്സിലാക്കി പഠിച്ച ഒരിക്കലും മറക്കില്ല. ഓക്കെ, ട്രിഗണൽ പ്ലാനാർ. അപ്പോൾ ട്രിഗണൽ പ്ലാനാർ ജിയോമെട്രി അല്ലെങ്കിൽ ട്രിഗണൽ പ്ലാനാർ ഷേപ്പ് എന്ന് പറയും. കഴിഞ്ഞു, ഇത്രയും കാര്യങ്ങളാണ് തിയറിയിൽ പഠിക്കാനുള്ളത്. ഇനി ഇതിൻ്റെ എക്സാമ്പിളാണ്. എക്സാമ്പിൾ നോക്കുമ്പോഴാണ് ശരിക്കും കാര്യങ്ങൾ എങ്ങനെയാണ് വരുന്നത് മനസ്സിലാവുക. എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പോൾ ബെർലിയം ക്ലോറൈഡ് ആയിരുന്നു ഇനോർഗാനിക് എക്സാമ്പിൾ sp-യുടെ. sp2ന്റെ ഇനോർഗാനിക് എക്സാമ്പിൾ എന്ന് പറയുന്നത് ബോറോൺ ട്രൈക്ലോറൈഡ് അല്ലെങ്കിൽ ബോറോൺ ട്രൈഫ്ലൂറൈഡ്. ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക, ബോറോൺ ട്രൈക്ലോറൈഡ് അല്ലെങ്കിൽ ബോറോൺ ട്രൈഫ്ലൂറൈഡ്. നോക്കാം എങ്ങനെയാണ് വരുന്നത് നോക്കാം. സെൻട്രൽ ആറ്റം ആദ്യം എടുക്കണമെന്ന് ഞാൻ പറഞ്ഞു, ബോറോൺ എടുത്തു അല്ലെ. ഗ്രൗണ്ട് സ്റ്റേറ്റ് കോൺഫിഗറേഷൻ എഴുതണം. ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്താ വരിക? ബോറോൺ, ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം, ബോറോൺ 5, അറ്റോമിക് നമ്പർ 5 അല്ലെ. 1s2 2s2 2p1 ഗ്രൗണ്ട് സ്റ്റേറ്റ്. എക്സൈറ്റഡ് സ്റ്റേറ്റ് ആവുമ്പോൾ 1s2 2s1 2p2 വരയ്ക്കുമ്പോൾ 2s ഒരെണ്ണം 2p ക്കകത്ത്
രണ്ടെണ്ണം. ഓക്കെ, യെസ്. അപ്പോൾ ഒരു ബോറോണായിട്ട് നമ്മളൊരു കാര്യം മറന്നുപോയി. ഷേപ്പ് ഏകദേശം ഒരു ഷേപ്പ് വരയ്ക്കാൻ ഞാൻ പറഞ്ഞിരുന്നു അല്ലേ? ഇങ്ങനെയാണ് 120 ഡിഗ്രി ഇങ്ങനെയാണ് വരുന്നത്. BCl3 ഇങ്ങനെയാണ് വരട്ടെ. ഇത് വരുമെന്നാണ് നമുക്കിപ്പോൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നോക്കുക, ഇവിടെ ഈ 3 ക്ലോറിനുമായിട്ട് ബോണ്ട് ചെയ്യാൻ പോകുന്നത് എസും 2 പിയും ആണ്. ശരിയാവോ? ഒരു എസും 2 പിയും ആണ് ബോണ്ട് ചെയ്യാൻ പോകുന്നത്. ശരിയാവില്ല. അപ്പോൾ അത് ഇന്റർഫേസ് ചെയ്ത് 3 ഒരേപോലത്തെ ഓർബിറ്റൽസ് ഫോം ചെയ്യണം. കണ്ടില്ലേ? sp2 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 3 ഒരേപോലത്തെ ഓർബിറ്റൽസ് ഫോം ചെയ്തു. അതാണ് sp2 ഹൈബ്രിഡൈസേഷൻ. ഓക്കെ, ഇനി ഷേപ്പ് വരയ്ക്കും. ഷേപ്പ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഞാൻ ആദ്യം ബോറോൺ വരച്ചു. ഈ 3 പേരെ 120 ഡിഗ്രിയിൽ അറേഞ്ച് ചെയ്യുക. 120 ഡിഗ്രിയിൽ അറേഞ്ച് ചെയ്തു. 120 ഡിഗ്രി ഞാൻ പറഞ്ഞു, ആ ഷേപ്പിൽ അറേഞ്ച് ചെയ്യുക. ഇനി നമ്മുടെ ക്ലോറിനെ കൊണ്ടുവരിക. ക്ലോറിൻ നമ്മൾ നേരത്തെ ഓൾറെഡി കൊണ്ടുവന്നതാണ് അല്ലേ? പി ഓർബിറ്റിലാണ് ക്ലോറിൻ. ഇതൊരു ക്ലോറിന്റെ പി ഓർബിറ്റില്, ഇത് അടുത്ത ക്ലോറിന്റെ പി ഓർബിറ്റില്, ഇത് അടുത്ത ക്ലോറിന്റെ പി ഓർബിറ്റില്. കിട്ടിയില്ലേ? ഓക്കെ, ഞാൻ വരയ്ക്കുമ്പോൾ നീളക്കുറവൊക്കെ ഉണ്ടാവും. നിങ്ങൾ എക്സാമിന് നല്ല ഭംഗിയിൽ വരയ്ക്കാം. ശരി, വലിയ കുഴപ്പമില്ലല്ലോ. യെസ്, 120 ഡിഗ്രി കേട്ടോ. അതേപോലെ തന്നെ ഇത് വന്നില്ലേ? ഇതാണ് സംഭവം. ഇത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഇതിനകത്ത് എത്ര ബോൺസ് ഉണ്ട് എന്നൊക്കെ നോക്കുക. സിഗ്മ ബോൺസ് 3 എണ്ണം, 5 ബോൺസ് ഒന്നുമില്ല, ടോട്ടൽ 3. പരിപാടി കഴിഞ്ഞു. ഇനി ഓർഗാനിക് എക്സാമ്പിൾ അല്ലെ? ബോറോൺ ട്രൈക്ലോറേറ്റ്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇനി ഓർഗാനിക് എക്സാമ്പിൾ. ഓർഗാനിക് എന്നൊരു എക്സാമ്പിൾ. അപ്പോൾ ഓർഗാനിക് എന്നുള്ള എക്സാമ്പിൾ എനിക്കത് വായിച്ചെടുക്കും എഴുതിയെടുക്കുകയൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ശരിക്കും മനസ്സിലാക്കുക. ഞാൻ പെട്ടെന്ന് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം ഒരുപാട് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് കുറേ നേരം നെറ്റ് ഉപയോഗിച്ച് ഇങ്ങനെ കാണണ്ടേ, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പോസ് ചെയ്തിട്ട് നോക്കുക കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ആരാണ്? ഇനി ഒരു ഓർഗാനിക് എക്സാമ്പിൾ ആണ്. ഓർഗാനിക് എക്സാമ്പിൾ ഈഥൈനാണ് മറ്റേത് പറഞ്ഞത് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് എത്തീനാണ്. എത്തീൻ മോളിക്യൂളാണ് എത്തീൻ. എത്തീൻ്റെ പ്രത്യേകത എന്താ? ഞാൻ നേരത്തെ ഈഥൈന് പറഞ്ഞ പോലെ 2 പ്രത്യേകത ഇവിടെയുണ്ട്. എത്തീൻ്റെ പ്രത്യേകത, എത്തീൻ്റെ മറ്റൊരു പേരാണ് എത്തിലീൻ. ഇതൊരു പ്രത്യേകത. ഇതിന്റെ ഫോർമുല എന്താണ്? C2H4. C2H4. അപ്പോൾ അടുത്ത പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഹൈഡ്രജൻ ഉണ്ട് ഓരോ കാർബണിനും. ഞാൻ ഏകദേശം പടം വരയ്ക്കുകയാണ്. ഓരോ കാർബണിനും 2 ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ഇനി കാർബണിനും ഈ കാർബണിനും എത്ര ബോണ്ട് വേണം? 2 ബോണ്ട്, ഡബിൾ ബോണ്ട്. അപ്പോൾ ഇത് ഡബിൾ ബോണ്ട് ഉണ്ട്. ഓക്കെ, ഈ മോഡലിൽ വരുന്നൊരു പടമാണ് നമുക്കിനി വേണ്ടത്. അപ്പോൾ അത് വരയ്ക്കാൻ വേണ്ടി സെൻട്രൽ ആറ്റം നോക്കുക. സെൻട്രൽ ആറ്റം കാർബൺ ഒന്നും ചെയ്യാനില്ല, നേരത്തെ നമ്മൾ ഓൾറെഡി എഴുതി വെച്ചതാണ് അല്ലേ? കാർബൺ ആണ് സെൻട്രൽ ആറ്റം. ഗ്രൗണ്ട് സ്റ്റേറ്റ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1s2 2s2, ഞാൻ പെട്ടെന്ന് എഴുതാണ് 2p2. എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1s2 2s1 2p3. വരയ്ക്കുമ്പോൾ 2s ഒരെണ്ണം, 2pക്കകത്ത് 3 എണ്ണം. ഇനിയുള്ള കാര്യമാണ് വ്യത്യാസം. നേരത്തെ പറഞ്ഞ പോലെയല്ല, ഇതുവരെ മറ്റേത് സെയിം ആണ്. ഇനിയുള്ള കാര്യം വ്യത്യാസമാണ്. കാരണം എന്താ? ഇവിടെ കാർബൺ എത്ര പേരോട് ബോണ്ട് ചെയ്യുന്നുണ്ടെന്ന് ശ്രദ്ധിക്കുക. അത് നോക്കിയിട്ട് വേണം ഇവിടെ ഹൈബ്രിഡൈസേഷൻ തീരുമാനിക്കാൻ. ഒരു കാർബൺ ബോണ്ട് ചെയ്യുന്നത് 1 2 3 കണ്ടോ? 3 പേരോടാണ് ബോണ്ട് ചെയ്യുന്നത്. മറ്റേ കാർബൺ ഉണ്ട് 1 2 3 പേരോട് ബോണ്ട് ചെയ്യുന്നത്. ബോണ്ടുകളുടെ എണ്ണം അല്ല നോക്കേണ്ടത്, എത്ര പേരോടാണ് ബോണ്ട് ചെയ്യുന്നത് എന്നാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ബോണ്ടുകളുടെ നമ്പർ നോക്കിയാൽ തെറ്റിപ്പോകും. അപ്പോൾ 3 പേരോട് ബോണ്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ 3 പേര് മാത്രം ഹൈബ്രിഡൈസ് ചെയ്താൽ മതി. അതായത് ഒരു എസും 2 പിയും മാത്രം ഹൈബ്രിഡൈസ് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഇന്റർഫേസ് ചെയ്ത് 3 പുതിയ ഓർബിറ്റൽസ് ഫോം ചെയ്തു. 3 പേരെ നമ്മൾ എന്ത് വിളിക്കുന്നു? sp2 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 അല്ലേ? 3 പേരെ sp2 എന്ന് വിളിക്കുന്നു. കിട്ടില്ലേ? ഓക്കെ, അപ്പോൾ sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ്. ഇനി എന്ത് ചെയ്യണം? ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ഇതിൻ്റെ ഷേപ്പ് വരയ്ക്കണം, സ്ട്രക്ചർ വരയ്ക്കണം. അപ്പോൾ ഞാൻ ഇത് മാറ്റോട്ടെ, കാരണം അതൊരു വലിയ പടമായിരിക്കും. അപ്പോൾ ഞാൻ മാറ്റാൻ പോവാണ്. ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന തന്നെയാണ്, sp2 വരുന്നത് മാത്രമേ അത് വ്യത്യാസമുള്ളൂ. ഓക്കെ, ഇതേപോലെ വരുമെന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ വരയ്ക്കാൻ പോവാണ്. ഇതൊരു കാർബൺ. ആ കാർബണിൻ്റെ 3 sp2 നമ്മൾ നേരത്തെ 120 വരച്ച പോലെ വരയ്ക്കണമെന്ന് പറഞ്ഞു. 3 പേരെ വരച്ചു. മറ്റേതിൻ്റെ 3 പേരെ വരച്ചു. ഇങ്ങനെ വരച്ച ഒരു പ്രശ്നമുണ്ട്. ഇവർ തമ്മിലൊരു ചേർച്ചയില്ല, ഇവർ തമ്മിൽ ബോണ്ട് ചെയ്യുന്നില്ല അല്ലേ? ഇവരെ ഇങ്ങനെ അടുപ്പിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവർ ബോണ്ട് ചെയ്യില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യാൻ പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ തിരിക്കാൻ പോവാണ്, ഒന്ന് റൊട്ടേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ,
ഇവനെ അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പോവാണ്, അവനെ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ശരിക്കും ശ്രദ്ധിച്ചോ, ഞാൻ ഇവനെ തിരിക്കാൻ പോവാണ്. അപ്പോൾ ഈ കാർബണിനെ തിരിച്ചു കഴിയുമ്പോൾ അതെങ്ങനെ വരും? ഇതാ ഇങ്ങനെ വരും. കണ്ടോ? ഇപ്പോഴും 120 തന്നെയാണ്, ഞാൻ റൊട്ടേറ്റ് ചെയ്തേ ഉള്ളൂ. അതേപോലെ അവനെ തിരിക്കുകയാണ്, അവനെ തിരിച്ചു കഴിയുമ്പോഴും ഇതേപോലെ തന്നെ അവൻ ഇങ്ങോട്ട് തിരിയുമ്പോൾ ഇതാ അപ്പോൾ അവിടെ ബോണ്ട് ചെയ്യും. കണ്ടോ? യെസ്, മറ്റേതില്ല ഉരുട്ടി വരയ്ക്കണം ഞാൻ പറഞ്ഞില്ലേ, വരച്ചു. ഓക്കെ, അപ്പോൾ അവർ രണ്ടുപേരും തമ്മിൽ ബോണ്ട് ചെയ്ത് സമാധാനമായി. യെസ്, ഒരു സിഗ്മ ബോണ്ട്, ഒരു സിംഗിൾ ബോണ്ട് ഫോം ചെയ്തു. ഇവിടെ നമുക്കൊരു ഡബിൾ ബോണ്ടാണ് വേണ്ടത്, അവിടെ ഒരു സിംഗിൾ ബോണ്ട് ഇപ്പോൾ ഫോം ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി 4 ഹൈഡ്രജന്റെ അവസ്ഥ ഈ പടം കണ്ടാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ? 4 ഹൈഡ്രജൻ എവിടെ ബോണ്ട് ചെയ്യും? ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം. ഹൈഡ്രജൻ എസ് ഓർബിറ്റിലാണ്, അപ്പോൾ എല്ലാം സിഗ്മ ബോണ്ടുകളാണ്. എസ് ഓർബിറ്റിൽ എപ്പോഴും സിഗ്മ ബോണ്ട് ഫോം ചെയ്യുള്ളൂ. ഓക്കെ, കഴിഞ്ഞില്ലേ? അപ്പോൾ സിഗ്മ ബോണ്ടുകളെല്ലാം കഴിഞ്ഞു. ഇനി ആലോചിക്കേണ്ടത് എന്താ? ഈ ഡബിൾ ബോണ്ടിൽ ഒരു ബോണ്ടും കൂടെ ബാക്കിയുണ്ട്, അതായത് ഒരു പൈ ബോണ്ട്. അപ്പോൾ ആരും നമ്മൾ വിട്ടുപോയിട്ടുണ്ട് അല്ലേ? നമ്മൾ നേരത്തെ കാണിച്ചു, അത് തന്നെയാണ് വിട്ടുപോയത്. 2s ഒരു ഇലക്ട്രോൺ, 2p 3 ഇലക്ട്രോൺസ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ 3 പേര് മാത്രമേ ഹൈബ്രിഡൈസ് ചെയ്തുള്ളൂ, ഒരാളുടെ ബാക്കിയുണ്ടായിരുന്നു അല്ലേ? ഒരു 2p ഓർബിറ്റിൽ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അവനെ കാണിക്കാൻ പോവാണ്. ഇതാണ് ഈ കാർബണിന്റെ ബാക്കിയുള്ള 2p ഓർബിറ്റിൽ, ഇതാണ് ഈ കാർബണിന്റെ ബാക്കിയുള്ള 2p ഓർബിറ്റിൽ. ഇവരെന്ത് ചെയ്യും? ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യും. അപ്പോൾ ഇവർ ഓവർലാപ്പ് ചെയ്യാൻ നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. ആ വരയ്ക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഡോട്ടഡ് ലൈൻസ് ഇട്ട് ശരിയാക്കുന്നത് കേട്ടോ. നേരത്തെ ഞാൻ പറയാൻ പറഞ്ഞതല്ല, ഇവർ ഓവർലാപ്പ് നമുക്ക് വരച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ എന്താ പറയുക, അടുത്ത് പോകില്ലേ? അപ്പോൾ ഇതൊന്നും കാണിക്കാൻ പറ്റില്ല കറക്റ്റായിട്ട്. ഇവർ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ ഇവരിങ്ങനെയാണ് ഓവർലാപ്പ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ഇവർ ഓവർലാപ്പ് ചെയ്യുന്നത് ഈ 2 പേരും. പക്ഷെ അത് ഞാൻ കാണിച്ചാൽ ഇതിൻ്റെ ഇടയിലായി പോകും, അതൊക്കെ അതിൻ്റെ ഉള്ളിൽ പെട്ടുപോകും. അപ്പോൾ അത് കാരണം പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കാണിക്കുന്നത്, ഇങ്ങനെ ഡോട്ടഡ് ലൈൻസ് ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഈ ഡോട്ട് ലൈൻ കണ്ടാൽ അതൊരു പൈ ബോണ്ടാണ് അർത്ഥം. 2 ലൈൻ കാണുമ്പോൾ 2 പൈ ബോണ്ടാണെന്ന് വിചാരിക്കരുത്, അത് മുകളിൽ താഴെ ഓവർലാപ്പ് ചെയ്യുന്നുള്ളതാണ് അർത്ഥം കേട്ടോ. അപ്പോൾ ഒരു പൈ ബോണ്ടാണ്. ഓക്കെ, പരിപാടികൾ ഇതാണ് എത്തീൻ മോളിക്യൂളിൻ്റെ ഷേപ്പ് അല്ലെങ്കിൽ സ്ട്രക്ചർ. അതേപോലെ തന്നെ ഇല്ലേ? കണ്ടോ? അതേ മോഡൽ 120 ഡിഗ്രിയാണ് ഇവിടെ ആംഗിൾ ആയിട്ട് വരിക. യെസ്, അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇതൊരു സിഗ്മ ബോണ്ടാണ്, ഇതൊരു പൈ ബോണ്ടാണ് അല്ലേ? ബാക്കി ഇതൊക്കെ സിഗ്മ ബോണ്ടുകളാണ് അല്ലേ? സിഗ്മ 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 സിഗ്മ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്സ് 1 2 3 4 5 അല്ലെ? 5 എണ്ണം, 5 ബോണ്ട്സ്, ഒരേ ഒരെണ്ണം, അപ്പോൾ 1. ടോട്ടൽ ബോണ്ട്സ് 6. രണ്ടാമത്തെ ഹൈബ്രിഡൈസേഷൻ കഴിഞ്ഞു. ഓക്കെ അല്ലേ? sp2 പെട്ടെന്ന് കഴിഞ്ഞു. sp പറഞ്ഞ അത്രയും ബുദ്ധിമുട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ sp3 ഇതിനേക്കാൾ സിമ്പിളാണ്. sp3 കുറച്ചുകൂടെ സിമ്പിളാണ്, കാരണം അവിടെ പൈ ബോണ്ട്സ് എന്ന സംഭവമേ ഇല്ല. ഓക്കെ, യെസ്. അപ്പോൾ ഇനി sp3 നോക്കാം. sp3 ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ ഇത് ശരിക്കും പഠിക്കുക, കാരണം ഈ ഞാനിത് വരച്ച് തന്ന് എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളാണ് നിങ്ങളോട് എക്സാമിന് ചോദിക്കുക. അല്ലാതെ ഹൈബ്രിഡൈസേഷൻ്റെ കുറേ തിയറി അല്ല, അങ്ങനെയല്ല ചോദിക്കുക, ഇതൊക്കെയാണ് ചോദിക്കുക. അപ്പോൾ ഇനി sp3 ആണ് പറയുന്നത്. sp3 ഹൈബ്രിഡൈസേഷൻ പെട്ടെന്ന് പറയാം. നേരത്തെ 2 എണ്ണം പറഞ്ഞ ഒരേപോലെ തന്നെയാണ്. ഒരു എസും 3 ബിയും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് എന്തുണ്ടാകുക? sp3 ഹൈബ്രിഡൈസേഷൻ. അതായത് 4 പേരാണ് ഇവിടെ കമ്പൈൻ ചെയ്യുന്നത്. അപ്പോൾ 4 ഒരേപോലത്തെ ഓർബിറ്റൽസ് ഫോം ചെയ്യും. കണ്ടില്ലേ? 4 ഒരേപോലുള്ള ഓർബിറ്റൽസ് ഫോം ചെയ്യും. ഓരോരുത്തരുടെയും പേര് sp3 തന്നെയായിരിക്കും. sp3 കേട്ടോ. 4 ഒരേപോലുള്ള ഓർബിറ്റൽസ് ഫോം ചെയ്യും. sp3. ഓക്കെ, ഇനി ഇവരെന്ത് ചെയ്യും? ഇവരൊരു സെൻട്രൽ ആറ്റത്തിന് ചുറ്റും എങ്ങനെ അറേഞ്ച് ചെയ്യും? എത്ര ആംഗിളിൽ അറേഞ്ച് ചെയ്യും? ചില കുട്ടികൾ തെറ്റിച്ചിട്ട് പറയും മറ്റേത് 180, പിന്നെ 120, അപ്പോൾ ഇത് 90 ആയിരിക്കും. അല്ല, 90 എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇതാണ് 90. ഇങ്ങനെ 4 പേര് അറേഞ്ച് ചെയ്യും. ഇങ്ങനെയല്ല, എന്താണെന്നറിയോ? 90യേക്കാൾ ദൂരത്തിൽ ഇവർക്ക് നിൽക്കാൻ പറ്റും. പക്ഷേ 3 ഡയമെൻഷനാണ്, വരയ്ക്കാൻ അതിൽ പാടാണ്. ഇങ്ങനെയാണ് ഇതാ ഇതുപോലൊരു ട്രൈപോഡ്, നമ്മുടെ ക്യാമറയുടെ ഒക്കെ ട്രൈപോഡ് വെക്കുന്ന പോലെ ഇങ്ങനെയാണ് ഇത് നിൽക്കുക. ഇതിൽ ഈ ബോർഡ് എന്ന് പറഞ്ഞാൽ ബോർഡിൻ്റെ പുറത്തേക്ക് നിൽക്കുകയാണ്, ഈ ബോർഡ് എന്ന് പറഞ്ഞാൽ ബോർഡിൻ്റെ ഉള്ളിലേക്ക് പോയിരിക്കുകയാണ്. 3 ഡയമെൻഷനാണ്. ഒരു ട്രൈപോഡ്, ക്യാമറ ഫിറ്റ് ചെയ്യുന്ന ട്രൈപോഡ് സ്റ്റാൻഡ് കണ്ടിട്ടില്ലേ? അതേപോലെ ഇവിടെ ക്യാമറ വയ്ക്കും, ഇവിടെ നിന്ന് 3 കാലുകൾ ഉണ്ടാവും. ആ ഷേപ്പാണ് ടെട്രാഹെഡ്രൽ ഷേപ്പ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ടെട്രാഹെഡ്രൽ ഷേപ്പ് അല്ലെങ്കിൽ
ടെട്രാഹെഡ്രൽ ജിയോമെട്രി. ടെട്രാഹെഡ്രൽ ബോണ്ട് ആംഗിൾ എത്രയാണെന്ന് അറിയോ? ഞാൻ പറഞ്ഞില്ല 90ക്കാൾ കൂടുതലാന്ന് പറഞ്ഞു. 109.5 ഡിഗ്രി. 109.5 ഡിഗ്രി കണ്ടോ? ഇത്രയും ആംഗിളിൽ നിൽക്കാൻ പറ്റുമെങ്കിൽ പിന്നെ അവർ 90 ഡിഗ്രി നിൽക്കാൻ ശ്രമിക്കുമോ? അപ്പോൾ കുറച്ചുകൂടെ അടുത്ത് വരും. ഇത്രയും അകന്ന് നിൽക്കാൻ പറ്റുമെങ്കിൽ പിന്നെ അവർ 90 ഡിഗ്രി നിൽക്കാൻ നോക്കില്ല. കണ്ടോ? അതാണ് 109.5 ഡിഗ്രി. ഇങ്ങനെയാണ് നിൽക്കുക. അപ്പോൾ ഈ ഓർബിറ്റൽസ് കറക്റ്റ് കാണിക്കുമ്പോൾ ഞാൻ ഈ വരകൾ മാച്ചിട്ട് ഓർബിറ്റൽസ് തന്നെ കാണിക്കാം. 1 2 3 4. ഓക്കെ, ഏകദേശം ആ വരകൾ പോലെ തന്നെ വരയ്ക്കുക. അത്രയേ ഉള്ളൂ. ഏകദേശം കണ്ടാൽ തോന്നണം ടെട്രാഹെഡ്രലാണ് എന്ന് തോന്നണം. 109.5 ഡിഗ്രി. ബാക്കി മാർക്കിങ്ങിലും എഴുതിയിലൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും അല്ലേ, തോന്നിക്കും എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഇതാണ് SP3. ഇനി ഇതിൽ ഒരു SP3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര S ക്യാരക്ടർ ആയിരിക്കും, എത്ര P ക്യാരക്ടർ ആയിരിക്കും ആലോചിച്ചാൽ അറിയാം. ഒരു എസും 3 പിയും അല്ലേ? അപ്പോൾ 25% S ക്യാരക്ടർ, 75% P ക്യാരക്ടർ. വലിയ കൺഫ്യൂഷൻ ഒന്നുമില്ല. അപ്പോൾ അതും കഴിഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തിയറിയിൽ പറയാനുള്ളത് SP3 ഹൈബ്രിഡൈസേഷൻ. ഓക്കെ, ഇനി 2 എക്സാമ്പിളും കൂടെ കഴിഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം. എക്സാമ്പിൾ എന്താണ് നോക്കാം. ഒരു ഓർഗാനിക് എക്സാമ്പിൾ വേണം, ഒരു ഇനോർഗാനിക് എക്സാമ്പിൾ വേണം എന്ന് പറഞ്ഞത്. പക്ഷെ 4 പേര് ബോണ്ട് ചെയ്യുമ്പോൾ ഓർഗാനിക് എക്സാമ്പിൾ കിട്ടാത്തൊരു പാടാണ്. ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ എന്നാലും കാർബൺ തന്നെയാണ് ഇപ്പോൾ നമ്മൾ 4 പേരായിട്ട് പറയാം. CH4. അപ്പോൾ ഞാനിത് 2 ഓർഗാനിക് തന്നെ എടുക്കുക. ഒരെണ്ണം CH4. ഓക്കെ, CH4 അതായത് മീഥെയിൻ എടുത്തു. അതായത് ഒരു കാർബണിൻ്റെ ഒരു എക്സാമ്പിൾ എടുത്തു. ഇത് കഴിഞ്ഞാൽ നമ്മൾ 2 കാർബണിൻ്റെ എക്സാമ്പിൾ ഈഥെയിനിലേക്ക് പോകും കേട്ടോ. അപ്പോൾ എത്തൈൻ, എത്തീൻ, ഈഥെയിൻ അങ്ങനെ 3 പേരാവുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് മീഥെയിൻ നോക്കാം. കാർബൺ ഇനിയിപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ? ഓൾറെഡി നമുക്ക് ഇതിൻ്റെ പടം എങ്ങനെ വരുന്ന ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. ഇങ്ങനെ ആയിരിക്കും വരിക. കാർബണിൻ്റെ കോൺഫിഗറേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ കുറേ പ്രാവശ്യം എഴുതിയതാണ്. അപ്പോൾ ലാസ്റ്റ് പോയിന്റ് എഴുതുകയാണ്. എക്സൈറ്റഡിൽ എന്താ വരുന്നത്? 1s2, 2s1, 2p3 ഇങ്ങനെയാണ് ലാസ്റ്റ് ഇരിക്കുന്നത് അല്ലേ? ഞാൻ മുമ്പുള്ളതൊക്കെ നിങ്ങൾ എക്സാമ്പിൾ എഴുതണം. ഞാനിപ്പോൾ ഇവിടെ നിന്ന് പറയാം. ഇനി നോക്കാം, ഈ കാർബൺ എത്ര പേരോട് ബോണ്ട് ചെയ്യുന്നുണ്ട്? 4 പേരോട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. 4 പേരോട് ഹൈബ്രിഡൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. 4 പേരോട് ബോണ്ട് ചെയ്യുന്നുണ്ട് കണ്ടില്ലേ? അപ്പോൾ 4 പേരും ഹൈബ്രിഡൈസ് ചെയ്യണം. ഒരു എസും 3 പിയും അങ്ങനെ 4 പേരും ഹൈബ്രിഡൈസ് ചെയ്യണം. 4 പുതിയ ഓർബിറ്റൽസ് ഫോം ചെയ്യും. 4 പേരുടെയും പേരെന്താണ്? SP3, 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 SP3. 4 പേര് ഫോം ചെയ്യും. ഓക്കെ, ഇനി ഇത് ഈ കാർബണിന് ചുറ്റും 4 പേര് അറേഞ്ച് ചെയ്യണം. പെട്ടെന്ന് പരിപാടി 4 പേര് അറേഞ്ച് ചെയ്യണം. അത് 109.5 ഡിഗ്രിയിലാണ് അറേഞ്ച് ചെയ്യുക. ഇനി ഹൈഡ്രജനെ കാണിക്കുക. 4 ഹൈഡ്രജൻ കഴിഞ്ഞില്ലേ? 4 ഹൈഡ്രജൻ. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് പറയാൻ അറിയാം. കാരണം SP പഠിച്ച ആള് SP3 ചെയ്യാൻ ഒരു വിഷമമില്ല. കഴിയും, എല്ലാ പരിപാടിയും കഴിയും. സിഗ്മ ബോൺസ് 4, 4, 5 ബോൺസ് 0, ടോട്ടൽ 4 അല്ലേ പരിപാടി. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഇതേപോലെ ഈഥെയിൻ എന്ത് പെട്ടെന്ന് കഴിഞ്ഞ് നോക്കി 2 മിനിറ്റ് എടുത്തോളൂ. ഇനി ഈഥെയിൻ അല്ലേ? മീഥെയിൻ മാറ്റി ഞാൻ ഈഥെയിൻ ആക്കാൻ പോകും. ഈഥെയിൻ അപ്പോൾ C2H6. ഓക്കെ, അപ്പോൾ C2H6 നോക്കാം. വ്യത്യാസമൊന്നുമില്ല, ഇതേ സംഭവം തന്നെ. കാർബൺ എനിക്കൊന്നും പറയാനില്ല, ഇതേ സംഭവം തന്നെ. ഇവിടെ തൊട്ട് പറഞ്ഞാൽ മതി അല്ലേ? 2 കാർബൺ ഉണ്ടെന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇതേ കാർബൺ തന്നെ, SP3 ഹൈബ്രിഡൈസേഷൻ ഇതേ കാർബൺ തന്നെ. 2 കാർബൺ ആണ്. അപ്പോൾ 2 കാർബണിന്റെ ടെട്രാഹെഡ്രൽ വരയ്ക്കണം. എന്നിട്ട് ബാക്കി 6 ഹൈഡ്രജനെ കാണിക്കണം. ഇതാണ് സംഭവം. അപ്പോൾ നമുക്ക് നോക്കാം ഇതിന്റെ ഷേപ്പ് ഏകദേശം എങ്ങനെയായിരിക്കും വരിക. 2 കാർബൺ ഉണ്ട്, ഓരോ കാർബണിനും 3 ഹൈഡ്രജൻ ഉണ്ട്. അതാണ് C2H6 കണ്ടോ? ഇതായിരിക്കും ഏകദേശം ഷേപ്പ് വരും. നോക്കാം ഇങ്ങനെ തന്നെയാണോ വരുന്നത് നോക്കാം. ഓക്കെ, C2H6. അപ്പോൾ നടുവിൽ 2 കാർബൺ തമ്മിൽ എന്തുള്ളൂ? ഒരു സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. ഇതേപോലെ വരുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നേരത്തെ ഞാൻ ട്രിഗണൽ പ്ലാനാറിൽ തിരിച്ചതുപോലെ നമ്മുടെ ഇങ്ങനെയാണ് സാധാരണ ടെട്രാഹെഡ്രൽ എപ്പോഴും വരയ്ക്കാറ്. ഇത് ഞാൻ തിരിക്കാൻ പോവാണ് കേട്ടോ, തിരിച്ച് വരയ്ക്കാൻ പോവാണ്. ഇതൊരു കാർബണിന്റെ ടെട്രാഹെഡ്രൽ തിരിച്ച് വരച്ചു. അപ്പോൾ 3 കാലുകൾ ഇങ്ങോട്ട് വന്നു. അപ്പോൾ അതേപോലെ മറ്റേ കാർബണിന്റെയും തിരിച്ചു വരച്ചു. അപ്പോൾ അതിന്റെ 3 കാലുകൾ അങ്ങോട്ടേക്ക് വന്നു കണ്ടോ? അപ്പോൾ ഇവിടെ ഒരു സിഗ്മ ബോണ്ട് ഫോം ചെയ്തു. കിട്ടിയില്ലേ? കഴിഞ്ഞു. ഈ സിഗ്മ ബോണ്ട് കഴിഞ്ഞു. അവിടെ പൈ ബോണ്ടൊന്നും ഇല്ല. എല്ലാവരും ഹൈബ്രിഡൈസ് ചെയ്തിരുന്നു, ആരും ബാക്കിയില്ല.
ഇനി ബാക്കിയുള്ള 3 ഹൈഡ്രജൻ ഇവിടെയും 3 ഹൈഡ്രജൻ ഇവിടെയും കാണിച്ചാൽ എല്ലാ പരിപാടിയും കഴിയില്ല. 3 3 അങ്ങനെ 6 ഹൈഡ്രജൻ, അതായത് 6 സിഗ്മ ബോണ്ട് കഴിഞ്ഞു. ഇതേ ഫിഗർ തന്നെ വന്നില്ലേ, പെട്ടെന്ന് കഴിയും. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്സ് 6 + 1 7, 5 bonds 0, total bonds 7. എല്ലാം കഴിഞ്ഞു. ഹൈബ്രിഡൈസേഷൻ ആണ് ടോപ്പിക് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈബ്രിഡൈസേഷൻ്റെ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ തിയറികളല്ല, ഇതിന് മുമ്പുള്ള ഡെഫിനേഷനും കുറച്ച് ഫീച്ചേഴ്സും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയുകയാണ്, അത് പഠിക്കുക. എങ്ങാനും ചോദിക്കുകയാണെങ്കിൽ അത് എഴുതാം. പിന്നെ മാത്രമല്ല, അത് മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് പഠിക്കുന്നതിന് തെറ്റൊന്നുമില്ല, പഠിക്കുക. ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, കോപ്പി ചെയ്തെല്ലാം. പിന്നെ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ, ഓരോ ഒരു എസ് പി ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ അറിയണം, sp2 എന്ന് പറഞ്ഞാൽ എന്തൊക്കെ അറിയണം, sp3 എന്ന് പറഞ്ഞാൽ എന്തൊക്കെ അറിയണം. ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പോലും എഡിറ്റ് ചെയ്ത് കളയാൻ പറ്റില്ല കേട്ടോ. ഒരു കാര്യം പോലും എഡിറ്റ് ചെയ്ത് നമുക്ക് കളയാൻ പറ്റില്ല. എല്ലാം നമുക്ക് ആവശ്യമുള്ളതാണ്, എല്ലാം ആവശ്യമുണ്ട്. ഓക്കെ, കാരണം എന്താ, ഞാൻ അത്രയും കൺസൈസ് ആയിട്ട് ഒരു എക്സ്ട്രാ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അത് കളഞ്ഞിട്ട് ബാക്കി എല്ലാം ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഫിഗർ വരയ്ക്കുമ്പോഴാണെങ്കിലും എക്സ്ട്രാ ഇപ്പോൾ ഈ കാണിച്ച സിഗ്മ പൈ ബോണ്ട് ഇത് എഴുതുന്നത് പോലും എക്സാം ഓറിയന്റഡ് ആയിട്ട് മാത്രം പറഞ്ഞ കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ VSCP വെരി ഇമ്പോർട്ടൻറ്റ്. VSCP ഈ ചാപ്റ്ററിൽ 4 തിയറീസ് മാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ആൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് VSCP തിയറി. ഇപ്പോൾ അടുത്ത ലൈവ് ക്ലാസ് നമുക്ക് കാണാം. ഓക്കെ, എല്ലാവർക്കും നന്നായി പഠിക്കുക. ടാറ്റാ, ബൈ ബൈ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. Okay.